അപ്പൊ വൃത്തങ്ങളിൽ നിന്ന് തുടങ്ങുന്നു. ഞാൻ അതിന്റെ ബേസിക് കൺസെപ്റ്റ് ആദ്യം പറയുന്നു. ചോദ്യങ്ങളിലേക്ക് വരുന്നതിന്റെ ബേസിക് ആയിട്ട് എന്താണ് വൃത്തം അല്ലെങ്കിൽ സർക്കിൾസ് എന്നതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണ്? എന്താ വയ്ക്കുക, ചെറിയ സംഗതിയുള്ളൂ, ഒരു സർക്കിൾ അല്ലെ, ഒരു വൃത്തം. ഈ സർക്കിളിനെ നമ്മൾ രണ്ട് ചാപങ്ങളാക്കുന്നു. ആർക്ക് ഇവിടെ വെച്ച് മുറിച്ചു എന്ന് വിചാരിക്കാം. സപ്പോസ് ഇവിടെ എവിടെയെങ്കിലും വെച്ച് മുറിച്ച രണ്ട് ചാപങ്ങളാവുമല്ലോ, രണ്ട് ആർക്കുകളാവും. ഇംഗ്ലീഷിൽ ആർക്ക് എന്ന് പറയും, മലയാളത്തിൽ ചാപം എന്ന് പറയും. അപ്പൊ ഞാൻ ഇവിടെ ക്യൂ, ഇത് പി എന്ന് കൊടുക്കുന്നു. അപ്പോ പി ഇത് കൂടെ വന്നാൽ ഇതൊരു ചാപം, ഇപ്പുറത്ത് കൂടെ വന്നാൽ അത് മറ്റൊരു ചാപം. ഓക്കെ, രണ്ട് ചാപങ്ങൾ, ഒരാൾക്ക് ഇത് ചെറുതും ഒരാൾക്ക് വലുതുമാണ്. അങ്ങനെ വെച്ചോ അല്ലെ? അപ്പൊ രണ്ട് ചാപങ്ങൾ. ഓക്കെ, നമ്മുടെ ഇതിലെ ബേസിക് കൺസെപ്റ്റ് പലയിടത്തും, പ്രത്യേകിച്ച് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ ഈ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം, ഇങ്ങനെ രണ്ട് ആർക്ക് ചാപം ഉണ്ടെങ്കിൽ, മലയാളത്തിൽ ഇത് ചാപം, ഇത് മറുചാപം എന്ന് വിളിക്കും. ഒന്നിനെ ചാപമായി എടുത്താൽ അടുത്തത് മറുചാപമാണ് മലയാളത്തിൽ. ഇംഗ്ലീഷിലാണെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല. ആർക്ക്, അനദർ ആർക്ക്, അല്ലെങ്കിൽ അതർ ആർക്ക് കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റ്, ഇത് സെന്റർ ആണല്ലോ അല്ലെ? അപ്പൊ ഈ ചാപങ്ങൾ ഇവിടെ വെച്ചിട്ടല്ലേ കൂട്ടിമുട്ടുന്ന, ഈ ചാപവും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇവിടെ അല്ലേ അല്ലെ? ചാപങ്ങളുടെ അറ്റത്ത് നിന്ന് വൃത്ത കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ വരച്ചു വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ആംഗിൾ ഉണ്ടാവില്ലേ, കോൺ ഉണ്ടാവില്ലേ, രണ്ട് കോണുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ആ രണ്ട് കോണുകൾ, സോറി അവിടെ എത്ര കോണുണ്ട്? ഒറ്റ കോൺ. രണ്ട് വര ഇങ്ങനെ വരച്ചാൽ ഒരു കോൺ ഉണ്ടാവും, ഒരു ആംഗിൾ ഉണ്ടാവും അല്ലെ? ആ സെന്ററിൽ, ആ ആംഗിളിനെ എന്ത് വിളിക്കുന്നു? സെന്ററിലുള്ള ആംഗിളിനെ എന്ത് വിളിക്കുന്നു? സെൻട്രൽ ആംഗിൾ. മലയാളത്തിലെ കേന്ദ്ര കോൺ. എന്താണ്? കേന്ദ്ര കോൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഞാനത് സി എന്ന് എടുക്കുന്നു. പൊതുവായിട്ട് ഞാൻ അതിനെ സി എന്ന് എടുക്കുന്നു. ആ കോൺ എത്രയാണ്? സി. അപ്പൊ നമുക്ക് പറയാം സി എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ ആണ്, അഥവാ കേന്ദ്ര കോണാണ്. നമ്മുടെ ഇവിടുത്തെ ഐഡിയ എന്താ? ഇവിടുത്തെ ഐഡിയ നിസ്സാരമായ ഐഡിയ ആണ്. ഇനി ഇതേ പോയിന്റിൽ നിന്ന് എന്താണ് നമ്മുടെ ഐഡിയ? ശരി, ഈ രണ്ട് വരകൾ വരച്ച ആ തുടങ്ങിയ അതേ പോയിന്റിൽ നിന്ന് മറു ചാപത്തിലേക്ക്, അതർ ആർക്കിലേക്ക് നമ്മൾ ഓരോ വരകൾ കൂടി വരയ്ക്കുന്നു. സർക്കിളിൽ തട്ടുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, ഇങ്ങനെ വരച്ചാൽ ഇവിടെ ഒരു ആംഗിൾ കിട്ടില്ലേ? ഇതിനെ ആർ എന്നിട്ടാൽ പി ആർ ക്യൂ അല്ലെ? ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇവിടത്തെ പകുതിയായിരിക്കും. എന്താണ് ബേസിക് ഐഡിയ? എത്രയേ ഉള്ളൂ, കേന്ദ്രകോൺ എന്താണോ, സെൻട്രൽ ആംഗിൾ എന്താണോ, അതിന്റെ പകുതിയായിരിക്കും മുകളിൽ അനദർ ആർക്കിൽ അല്ലെങ്കിൽ അതർ ആർക്കിൽ, അതല്ലെങ്കിൽ മറുചാപത്തിൽ വരിക. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം. ഓക്കെ, ഇനി ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടും വരയ്ക്കാലോ. ഈ പോയിന്റിൽ നിന്ന് ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? ഇത് 180 നിന്ന് ഈ മുകളിൽ കിട്ടിയാൽ അങ്ങോട്ട് കുറച്ചാൽ മതി. എങ്ങനെയാണ്? 180 മൈനസ് c/2. 180 മൈനസ് c/2. ഇത്രയേ ഉള്ളൂ. ഇതാണ് പരിപാടി. ഇത് ചെയ്യാലോ, നിസ്സാരമായ പരിപാടിയല്ലേ? ഈ ബേസിക്കിന്റെ ഒരു വേർഷനും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ തന്നെ മറ്റൊരു ഭാഗം കൂടി ഞാൻ പറഞ്ഞിട്ട്, ഇത് വെച്ചിട്ട് കാണുമ്പോൾ നിസ്സാരമാണ്, ചെയ്യുമ്പോഴും നിസ്സാരമാണ്. പക്ഷെ ചിത്രങ്ങൾ പല രീതിയിൽ കൺഫ്യൂഷൻ ആക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ അടുത്ത ഐഡിയ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ വിശാലമായ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ ആണോ? അടുത്ത ഐഡിയ എന്നുള്ളത് ഒന്നുമല്ല, ഇപ്പൊ നമ്മള് ആർക്ക് അഥവാ ചാപമാണ് ഡിസ്കസ് ചെയ്ത് അല്ലെ? ഇനി ഇവിടെ ഒരു കോഡ് വന്നാലോ, അഥവാ ഞാൻ, കോഡ് അഥവാ ഞാൻ. ഓക്കെ, ഇത് പി ആണെന്ന് വെച്ചോ, ഇത് ക്യൂ ആണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷരം, ഇത് സെന്റർ. ഓക്കെ, ഇങ്ങനെ ഒരു സാഹചര്യം വന്നാലും നമ്മുടെ ഐഡിയക്ക് മാറ്റല്ല. ഇതിന്റെ രണ്ടിന്റെയും അറ്റത്ത് നിന്ന് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നു, അത് സി എന്നെടുത്താൽ ഇവിടെ നിന്നിട്ട് വരയ്ക്കുന്നത് എന്തായിരിക്കും? ഉറപ്പായിട്ടും അത് c/2 ആയിരിക്കും. സിമ്പിൾ. ഇങ്ങോട്ട് വരച്ചാൽ അതോ 180 മൈനസ് c/2 ആയിരിക്കും. പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇവിടെ ചാപം എന്ന് പറഞ്ഞു, ഇവിടെ ഞാൻ
ആർക്ക് മാറി കോണായി. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ, ഇത് ഒ പി അല്ലെ, ഒ മുതൽ പി വരെ, ഇവിടുന്ന് ഒ ക്യു അല്ലെ, അത് രണ്ടും എന്താ, ഒ പിയും ഒ ക്യൂവും ഞാൻ പറയുന്നു അത് രണ്ടും ഈക്വൽ ആണ്. അതെന്തുകൊണ്ടാ? ഒ പി എന്ന് പറഞ്ഞാലും റേഡിയസ് ആണ്, പിന്നെയോ ഒ ക്യു എന്ന് പറഞ്ഞാലും റേഡിയസ് ആണ്. രണ്ടും എന്താണ്? ആരങ്ങളാണ്. ആരങ്ങൾ. ഒരു വൃത്തത്തില് രണ്ട് റേഡിയസ് ഉണ്ട്, രണ്ട് ആരുണ്ടെങ്കിൽ രണ്ടും തുല്യമാവില്ലേ? ആവുമല്ലോ. അപ്പൊ രണ്ടും തുല്യമാണെങ്കിൽ, എന്റെ മുന്നത്തെ വീഡിയോ, സർക്കിൾസിന്റെ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് ഇപ്പൊ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. രണ്ടും ആരമാവുകൊണ്ട് ഇത് രണ്ടും തുല്യമാണ്. ഇത് രണ്ടും തുല്യമായതുകൊണ്ട് ഇതാ ഇതില്ലേ, ഇത് ഈ ത്രികോണം, ഈ ട്രയാങ്കിൾ, അതെന്താണ്? രണ്ട് സൈഡ് തുല്യമായ ത്രികോണമാണ്. രണ്ട് സൈഡ് ഈക്വൽ ആയ ട്രയാങ്കിളിനെ നമ്മൾ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കും, സമപാർശ്വ ത്രികോണം എന്ന് വിളിക്കും. ഓർമ്മ കിട്ടുന്നുണ്ടോ? നമ്മുടെ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ഇതിനെ ഐസോസിലസ് അഥവാ സമപാർശ്വം എന്ന് വിളിച്ചു എന്ന് കരുതുക, അല്ലെങ്കിൽ വിളിക്കാം. ഓക്കെ, വിളിച്ചത് കരുതല്ല, വിളിക്കാം. അങ്ങനെയാണെങ്കിൽ അവയ്ക്കൊരു പ്രത്യേകതയുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇത് രണ്ടും തുല്യമായ സ്ഥിതിക്ക്, ഇത് രണ്ടും തുല്യമായ സ്ഥിതിക്ക്, ഇയാളും തുല്യമായ സ്ഥിതിക്ക് ഇതിന്റെ എതിരെയുള്ള ഈ ആംഗിളും ഇയാൾക്കെതിരെയുള്ള ഈ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് മനസ്സിലായല്ലോ? നമുക്കിപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വരണ്ട് അല്ലെ? ഇതാണ് ഇവിടെ ആറ്. ഓയിൽ നിന്ന് പിയിലേക്കും ക്യൂവിലേക്കും ഉണ്ട്, ആറിലേക്കും ഇല്ലല്ലോ. അപ്പൊ ഞാൻ ആറിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് പറ്റും? ഈ ഒ ആറും ഒ പിയും തുല്യമായിരിക്കും. എന്താ കാരണം? സെയിം റേഡിയസ് ആണ്, റേഡിയാണ്, ആരങ്ങളാണ് അല്ലേ? അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ ചെറിയ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ ചെറിയ ആംഗിളും എന്തായിരിക്കും? ഇത്ര ഭാഗം. ഓക്കെ, തുല്യമായിരിക്കും. സെയിം ഒ ആറും ഒ ക്യൂ എന്തായിരിക്കും? തുല്യമായിരിക്കും അല്ലെ? ഒ ആറും ഒ ക്യൂവും തുല്യമായിരിക്കും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ ചെറിയ ഭാഗവും ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ചെറിയ ഭാഗവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒരു കണക്റ്റഡ് ഐഡിയ. ഓക്കെ, ഇതാണ് ബേസിക്. ഇത് നിങ്ങൾക്ക് അറിയോ? നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇനി കൂടുതലായിട്ട് ഈ പാഠത്തിലൊന്നും പഠിക്കേണ്ടതായിട്ട് വരില്ല. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ഞാൻ വരുന്ന വഴിക്ക് പറയാം. ഇതാണ് ബേസ്. അപ്പൊ ഈ ബേസ് എഴുതിയിരിക്കണം. ബേസ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഓക്കെ, മനസ്സിലായാൽ മതി. കൂടുതൽ എന്താ പറയുക, ഇതിപ്പോ എഴുതിയേ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഈ ചോദ്യങ്ങളിലേക്ക് ഇറക്കല്ലേ. ഈ ബേസ് വെച്ചിട്ട് നിസ്സാരം ഒരു എന്താ പറയാ, നിസ്സാരമായ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ പരീക്ഷയ്ക്ക് വരും. ഓക്കെ, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരുപാട് തരത്തിൽ ഈ ബേസിനെ വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങുന്നില്ലേ, ഓരോന്നായിട്ട് തുടങ്ങുന്നില്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ എന്താ? ഈസി ആയിട്ട് പറഞ്ഞൂടെ? നിങ്ങൾക്കറിയാലോ എന്താ അവിടുത്തെ ചോദ്യം ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ ചോദ്യം. അതാ ഈ കോൺ, ഈ ആംഗിൾ ABC കണ്ടുപിടിക്കുക. ഈസി ആണല്ലോ. നമ്മുടെ ചോദ്യം എന്താണ്? ABC കണ്ടുപിടിക്കുക. ഇനിയിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? 120 സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ. എത്രയാണ്? 120. സെൻട്രൽ ആംഗിൾ എത്രയാണ്? 120. അപ്പൊ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ 120 ആണെങ്കിൽ എത്രയായിരിക്കും? കേന്ദ്രകോണിന്റെ പകുതി C/2. അപ്പൊ എത്രയാണ്? 60. ബേസ് ആണല്ലോ അല്ലെ? ബേസിക് ആയ ക്വസ്റ്റ്യൻ അല്ലേ? എന്ന് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഇറങ്ങാലോ. ഇതാണ് അടുത്ത ചോദ്യം. എന്തൊക്കെയാ ചോദ്യം? അതാ ഇവിടെ ഒരു കോണല്ല, രണ്ടെണ്ണം ഉണ്ട്. ഇപ്പൊ ഞാൻ പേര് എഴുതാൻ എന്തെങ്കിലുമൊക്കെ പേര് എഴുതുന്നു. ഓക്കെ, രണ്ടെണ്ണം കണ്ടുപിടിക്കണം. ഏതൊക്കെ? ABC എന്ന് പറയുന്ന ഈ ഒരു കോണും ADC എന്ന് പറയുന്ന ഇതുമാണ് അല്ലെ? ഈസി ആണല്ലോ. സെൻട്രൽ ആംഗിൾ എത്രയാണ്?
40 അല്ലെ? അപ്പൊ അതിന്റെ പകുതി ആയിരിക്കില്ലേ മുകളിൽ? അപ്പൊ എത്രയാണ്? 70. ഇനി താഴത്തെ എങ്ങനെ കണ്ടുപിടിക്കുക? താഴത്തുള്ളത് കണ്ടുപിടിക്കാൻ 150 കുറയ്ക്കണം മുകളിലുള്ളത്. മുകളിലുള്ള എത്രയാണ്? 70. മുകളിലുള്ള പറയുമ്പോ നേരെ മുകളിലുള്ളതല്ല, ഏറ്റവും മുകളിൽ. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? 110. 110 ഈസി അല്ലേ? 2 മാർക്കിന്റെ സെക്ഷനിൽ സാധാരണ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും കേട്ടോ, വരില്ലാന്ന് വിചാരിക്കരുത്. അങ്ങനെയാണോ? അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യം. ഇതാണ് ആ ചോദ്യം. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. നിങ്ങൾ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഉത്തരം ശരിയാണോ എന്ന് ഇവിടെ നോക്കുക. ഓക്കെ, എന്താ ഉത്തരം? ഇവിടെ 110 ആണല്ലോ അല്ലെ? മുകളിൽ എത്രയായിരിക്കും? അപ്പോ 110ന്റെ പകുതി എത്രയാണ്? 55. താഴത്തപ്പ എന്താ? 150 കുറയ്ക്കണം ഏറ്റവും മുകളിലുള്ളത്. ഏറ്റവും മുകളിൽ ആരാ? 55. കുറച്ചാൽ എന്ത് കിട്ടും? 125 എന്ന് കിട്ടും. എത്ര കിട്ടും? 125 എന്നാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുക അല്ലെ? 180 നിന്ന് 50 കുറച്ച് 130, 5 കുറച്ച് 125. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ? അടുത്ത ചോദ്യം ഇതാണ്. ഇതൊന്ന് നോക്കിക്കേ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ചോദ്യം? ഏതൊക്കെ കോണുകളാണ് കാണേണ്ടത്? ഏതൊക്കെ ആംഗിളാ? ഇതാ ഇവിടെ ഈ സെൻട്രൽ ആംഗിൾ ഉണ്ട്, പിന്നെ ഈ താഴത്തെ ആംഗിൾ ഉണ്ട്. ഇത് രണ്ടിലേ കാണണ്ടേ? അപ്പൊ നോക്കല്ലേ, ഇത് ചെയ്തൂടെ? ചെയ്യാൻ ഈസിയാണ്. നമുക്കറിയാം സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് മുകളിൽ അല്ലെ? സെൻട്രൽ ആംഗിൾ കേന്ദ്രകോണിന്റെ പകുതിയാണ് മുകളിൽ. അപ്പൊ മുകളിലുള്ളതിന്റെ ഇരട്ടിയാണല്ലോ താഴെ? ഡബിൾ ആണല്ലോ. ഹാഫ് ആണെങ്കിൽ ഡബിൾ ആവുമല്ലോ, ഇങ്ങോട്ട് വരുമ്പോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഹാഫ് ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡബിൾ. ഓക്കെ, 65ന്റെ ഡബിൾ എത്രയാണ്? കിട്ടി 130. സിമ്പിൾ അല്ലേ? 130 സിമ്പിൾ ആണല്ലോ അല്ലേ? ഇനി അടുത്തെന്താ? ഇതെത്ര? അതെത്ര? ഇവിടെ ഉണ്ട് 150 കുറയ്ക്കണം മുകളിലുള്ളത് എത്രയാണ്? 115 അല്ലെ? 115 കിട്ടില്ലേ? കിട്ടുമല്ലോ. ഇതൊക്കെ എത്ര ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്ന്. ഈസി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കല്ലേ. ഇതാണ് അടുത്ത ചോദ്യം. ഇതാ അവിടെ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്തു നോക്കിയേ. അപ്പൊ നിങ്ങൾ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കാണ്. ഓക്കെ, നിങ്ങൾ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇവിടെ നോക്കാം എങ്ങനെ ചെയ്യാം. ഇവിടെ അല്ലേ 105? ഇവിടെ 105 ആണല്ലേ? അവിടെ 105 അല്ലേ? അപ്പൊ എങ്ങനെ കിട്ടുക? ഒന്ന് ആലോചിച്ചാൽ മതി. ഈ 105 എങ്ങനെയാവും കിട്ടിയിട്ടുണ്ടാവുക? എങ്ങനെ കിട്ടിയിട്ടുണ്ടാവുക? ഇവിടത്തെ പോലെയൊക്കെ ഒന്ന് ആലോചിച്ചേ. ആ 105 എങ്ങനെയാവും കിട്ടിയിട്ടുണ്ടാവുക? എങ്ങനെയാവും? 150ൽ നിന്ന് ഈ മുകളിലുള്ളത് കുറയ്ക്കല്ലേ ചെയ്തിട്ടുണ്ടാവുക? അങ്ങനെയാണല്ലോ വേണ്ടത് അല്ലെ? 150ൽ നിന്ന് മുകളിലുള്ളത് കുറയ്ക്കുക. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ എങ്ങനെ 115 കിട്ടിയേ? 150ൽ നിന്ന് ഈ മുകളിലുള്ളത് കുറച്ചു അല്ലെ? ഇവിടെ എങ്ങനെ 110 കിട്ടിയേ? 150ൽ നിന്ന് മുകളിലുള്ളത് കുറച്ചു. എല്ലായിടത്തും അതന്നെയല്ലേ ചെയ്ത്? അപ്പോ 150ൽ നിന്ന് എന്തോ ഒന്ന് കുറച്ചപ്പോഴാണ് 105 കിട്ടിയത് അല്ലെ? അപ്പൊ ഇനിയിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നിന്ന് എങ്ങനെ അത് കണ്ടുപിടിക്കുക? സിമ്പിൾ. 150 കുറക്കണം ഈ 105 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും 75. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും 75. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ 150ൽ നിന്ന് മുകളിലുള്ളത് കുറക്കണം അല്ലെ? മുകളിലുള്ളതിൽ നിന്ന് താഴത്തുള്ളത് കിട്ടണമെങ്കിൽ 150ൽ നിന്ന് കുറക്കണം അല്ലേ? ആണല്ലോ, അതാണ് നമ്മുടെ ഐഡിയ. അപ്പൊ അതിൽ നിന്ന് മേപ്പെട്ടാണെങ്കിൽ എന്താ? അതന്നെ എന്താണ്? 150ൽ നിന്ന് താഴത്തുള്ളത് കുറച്ചാൽ ഏറ്റവും മുകളിലുള്ളത് കിട്ടും. അപ്പൊ നമുക്കിത് 75 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊന്ന് പറഞ്ഞു, ഇത് എത്രയായിരിക്കും? ഇവിടെ ഉള്ളതിന്റെ ഡബിൾ ഇവിടെ പറഞ്ഞു, 65ന്റെ ഇരട്ടി അല്ലെ? 130. അപ്പൊ 75ന്റെ ഇരട്ടി 150. 150 ആണല്ലോ. എന്നാ അവിടെ കട്ടെ. അടുത്ത ചോദ്യം ചോദിക്കാം അല്ലെ? 6ാമത്തെ ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്? ഞാൻ പേരൊന്നും കൊടുത്തിട്ടില്ല എന്നല്ലോ, അതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പവും ഇല്ല. കണ്ടുപിടിക്കേണ്ട ആംഗിൾ അവിടെ ഉണ്ടല്ലോ അല്ലെ? ഏതാ? ഇതാ. അയ്യോ സാറേ, ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക? എങ്ങനെ ഇത്ര കണ്ടുപിടിക്കുക? ഇതിനെ കുറിച്ച് സാറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊന്ന് മേലേക്ക് ഒന്ന് താഴേക്കും ആണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾ കണ്ടുപിടിച്ചാല്. ഒന്ന് മേലെ ഒന്ന് സെന്ററും ആണെങ്കിൽ അതും കണ്ടുപിടിക്കായിരുന്നു. സെന്റർ ഒന്നും കേട്ടോ, ഓ അവിടെയാണ്. ഓക്കെ, ഓ അവിടെയാണ്, സെന്റർ അവിടെയാണ് അല്ല. അപ്പൊ പിന്നെ എന്താ സാറേ ചെയ്യുക? ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ? ബേസിക്കലി മനഃപൂർവ്വ പറയുന്നതാണ്, ശ്രദ്ധിക്കണം. എന്താണ് ആ ആംഗിൾ? എത്രയാണ് ആ ആംഗിൾ? ഈ കാണുന്ന കോൺ 40 ഡിഗ്രിയാണ്. അതെന്തുകൊണ്ടാ? ഒറ്റ കാര്യം നോക്കണ്ടുള്ളൂ. ഈ രണ്ട് കോണുകളും തുടങ്ങിയത്, രണ്ട് ആംഗിളും തുടങ്ങിയത് ഈ പോയിന്റിൽ നിന്നല്ലേ?
രണ്ട് ആംഗിളും തുടങ്ങിയത് അവസാനിച്ചത് ഒരേ പോയിന്റിലല്ലേ, അല്ലെ? ഈ ആംഗിൾ വരച്ചതും ഇവിടെ നിന്നുമാണ്, ഇത് വരച്ചതും ഇവിടെ നിന്നുമാണ്, അല്ലെ? മാത്രമല്ല രണ്ടും മുകളിലാണ്, അല്ലെ? രണ്ടും ആ പോയിന്റിന്റെ ഈ പോയിന്റിന്റെ മുകളിലാണ്, അല്ലെ? അപ്പൊ രണ്ടും തുടങ്ങിയത് ഒരിടത്താണ്, രണ്ടും ആ പോയിന്റിന്റെ മുകളിലുമാണ്, ആണല്ലോ? ഈ രണ്ട് പോയിന്റുകളുടെ മുകളിലാണല്ലോ, അല്ലേ? അല്ലേ? ആണ്. അങ്ങനെ വന്നാൽ അവിടെ ഇനി എത്ര അങ്ങനത്തെ ആംഗിളുകൾ ഉണ്ടെങ്കിലും ഒരുപോലെ ആയിരിക്കും, സെയിം ആയിരിക്കും. എങ്ങനെ ഒന്ന് നോക്കിയേ. ദാ ഇവിടെ ഇങ്ങനെ ഒന്നുണ്ട് വിചാരിക്കുക. നമ്മുടെ കണ്ടീഷൻ ഓക്കെ ആണെന്ന് ആലോചിച്ച് എന്താ, ഈ പോയിന്റുകളുടെ മുകളിലായിരിക്കണം, അതാണല്ലോ ക്ലിയർ, അത് പ്രശ്നമില്ല. പിന്നെന്താ വേണ്ടത്, തുടങ്ങിയതും അവസാനിച്ചതും ഒരേ പോയിന്റിൽ നിന്നായിരിക്കണം. ഈ മൂന്ന് ആംഗിളും തുടങ്ങിയത്, കോണുകളും തുടങ്ങിയതും അവസാനിച്ചതും ഒരേ പോയിന്റിലല്ലേ, ആണല്ലോ? അപ്പോൾ ഇതും എത്രയായിരിക്കും, 40. അവിടെ 40 തന്ന സ്ഥിതിക്ക് ഇതൊക്കെ എന്തായിരിക്കും, 40. ഇനിയും വരയ്ക്കാം, ഇതും വേറെയും വരയ്ക്കാം. അങ്ങനെ നിങ്ങൾ ഇനി എത്ര എണ്ണം തന്നാലും രണ്ട് കാര്യം നോക്കിയാൽ തുടങ്ങിയതും അവസാനിച്ചതും ഒരേ പോയിന്റിലാണോ, തുടങ്ങിയതും അവസാനിച്ചതും ഒരേ പോയിന്റിലാണോ എന്നും നോക്കണം. ഈ പോയിന്റുകൾ ഇവിടെ കൂട്ടിമുട്ടുന്ന, പുസ്തകവുമായി കൂട്ടിമുട്ടുന്ന ഈ പോയിന്റുകളെല്ലാം മുകളിലാണോ, നമ്മൾ ഈ തുടങ്ങിയതിന്റെ അവസാനിച്ചതുമായ ഈ പോയിന്റുകളുടെ മുകളിലാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ കിട്ടുന്ന എല്ലാ ആംഗിളും തുല്യമായിരിക്കും. ക്ലിയർ ആണല്ലോ, വ്യക്തമായല്ലോ? ഓക്കെ. അപ്പോ അടുത്ത ചോദ്യമാണ് എന്താ, ഇവിടെ PQS തന്നു, PRS കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞതിൽ നിന്ന്, അവിടെ അവസാനം പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം. ഓക്കെ. ഒന്നാമത്തെ കാര്യം സെയിമാണ്, തുടങ്ങിയതും അവസാനിച്ചതും ഒരേ പോയിന്റിലാണോ നോക്കുക. തുടങ്ങിയത് അവസാനിച്ചത് ഒരേ പോയിന്റാണല്ലോ, അല്ലെ? അതിന് സംശയമൊന്നുമില്ലല്ലോ, സംശയത്തിന്റെ ആവശ്യമില്ല. രണ്ടും Pയിൽ നിന്ന് തുടങ്ങി Sൽ അവസാനിച്ചു. ക്ലിയർ ആണല്ലോ, അല്ലെ? ഇനി എന്താ നോക്കേണ്ടത്, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്, തുടങ്ങിയത് അവസാനിച്ചത് ഒരു പോയിന്റിലാവണം, പിന്നെ വരയ്ക്കുന്നതൊക്കെ മുകളിലാണെങ്കിൽ തുല്യമാണ്, അല്ലെ? മുകളിലാണെങ്കിൽ തുല്യമാണ് എന്ന് പറഞ്ഞു, അല്ലെ? നേരെ തിരിച്ചിട്ടോ, താഴെയാണെങ്കിലും അവരെന്തെന്നെയാണ്, തുല്യമാണ്. മുകളിലാണെങ്കിലും തുല്യമാണ്, താഴെയാണെങ്കിലും അവർ തന്നെയാണ്, തുല്യമാണ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇത് ക്ലിയർ ആയോ എന്നറിയാൻ ഈ ചോദ്യത്തിന് നിങ്ങളൊന്ന് ഉത്തരം ചെയ്തേ. അപ്പൊ ഇതാണ് ഈ ചോദ്യം. രണ്ട് കോണുകൾ, ഈ ക്യൂവിന്റെ അവിടെയുള്ള ഈ ആംഗിളും കോണും, ഈ യുവിന്റെ അവിടെ, ക്യൂടെ അവിടെ, യുടെ അവിടെ, അല്ലെ? ഇവിടെ രണ്ടോടത്തുമുള്ള ഈ രണ്ട് ആംഗിൾ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ആവശ്യം. നിങ്ങൾക്ക് ചെയ്യാൻ അറിയുമല്ലോ, ഈസി ആണല്ലോ. ഇതെന്താ ഈസി, നിങ്ങൾക്കറിയാം. എത്രയാണ് ഇത് നോക്കുക. ഇവിടെ 50 ആണല്ലോ, അല്ലെ? ഈ പിയിൽ നിന്നാണ് ഈ കോൺ ഉണ്ടായത്, അല്ലെ? എസിൽ അവസാനിച്ചു. പിയിൽ നിന്ന് തുടങ്ങിയത് കണക്കാക്കിയാൽ കൂടെ പോയതാണ് എസിൽ അവസാനിച്ചു. അപ്പൊ തുടങ്ങിയത് അവസാനിച്ചതും ഈ പോയിന്റുകളിൽ നിന്നാണ്, ആണല്ലോ? ഈ ആംഗിളും തുടങ്ങിയതും അവസാനിച്ചതും അതേ സ്ഥലത്ത് നിന്നല്ലേ, പിയിൽ നിന്ന് തുടങ്ങി എസിൽ അവസാനിച്ചു എന്ന് കൂട്ടാം. തിരിച്ചും പിടിക്കാട്ടോ, എസിൽ നിന്ന് തുടങ്ങി പിയിൽ അവസാനിച്ചു, എന്തായിക്കോട്ടെ, ഒരേ സ്ഥലത്താണല്ലോ, ആണല്ലോ? അങ്ങനെയാണ്. ഇതും മുകളിലാണ്, ഇതും മുകളിലാണ്. ഈ പോയിന്റിനെ വെച്ച് നോക്കുമ്പോൾ ഇവര് രണ്ടുപേരും മുകളിലാണ്. അപ്പൊ മുകളിലുള്ളവർ തമ്മിൽ എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇനിയോ ഈ രണ്ട് പോയിന്റിനെ വെച്ച് നോക്കുമ്പോൾ ഇവര് രണ്ടുപേരും താഴെയാണ്. താഴെയായവർ തമ്മിലും എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പൊ ഇതെത്രയാണ് ഇവിടെ, ഇതാണ് 130 ഡിഗ്രി, അല്ലെങ്കിൽ ഇതെത്രയാണ്, 130 ഡിഗ്രിയാണ്. ഈസി അല്ലേ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ക്ലിയർ ആണോ? അപ്പോ ഇതിലെ അവസാനത്തെ ചോദ്യം, ഈ ഭാഗത്ത് അവസാനത്തെ ചോദ്യം ഇവിടെ എത്രയാണ്, 240 ആണ്. എത്രയാണ്, 240. ഇങ്ങനെയാണ് തന്നെ. സാധാരണ താഴത്താണ് തന്നെ, ഇവിടെ മേലെ തന്നെ. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമാണ്. എങ്ങനെ? ഇതൊരു പോയിന്റ് ആണല്ലോ, അല്ലെ? ഒരു പോയിന്റ് അല്ലേ? ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ്? നിങ്ങൾക്കറിയാം, 360 ആണ്, അല്ലെ? അതില് ഇങ്ങനെ ഒരു വരി പോയി, അല്ലെ? രണ്ട് വര. അപ്പൊ നോക്കുമ്പോഴാ ഈ ഒരു ഭാഗം 240 ആയി. അപ്പൊ 360 ഒരു ഭാഗം ആര് കൊണ്ടുപോയി, 240 കൊണ്ടുപോയി. ബാക്കിയുള്ള ഈ ഭാഗം എത്രയായിരിക്കും? സ്വാഭാവികമായിട്ട് 120 ആവണം, അല്ലെ? 120 ആയാലും രണ്ടും കൂടി കൂട്ടിയാൽ 360 കിട്ടൂ. ക്ലിയർ? അപ്പൊ ഇത് എത്രയാണ്, 120. ഇത് 120 ആണെങ്കിൽ മുകളിൽ എത്രയായിരിക്കും, 60. ഇത് 60 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? നിങ്ങൾക്കറിയാട്ടോ, ഞാൻ അതോടെ സ്കൂളിൽ പോകണം. 180 നിന്ന് മുകളിലുള്ളത് കുറയ്ക്കാം. മുകളിലുള്ളത് 60 ആണല്ലോ, കുറച്ചാൽ എന്ത് കിട്ടും? വീണ്ടും 120. ഇത് 120 ആവുകൊണ്ടാണ് ഇത് 120 ആയേ. അങ്ങനെ പറയാൻ കഴിയില്ല. വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അങ്ങനെ പറയാൻ കഴിയുമോ? ഇല്ല.
നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വേറൊരു ചോദ്യത്തില് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് ഇവിടെ ഇത് 120 ആവുകൊണ്ട് ഇത് 120, ഇതും 120, ഇത് 120 ആവുകൊണ്ട് ഇത് 120 എന്ന് പഠിച്ചു പോയാലുള്ള പ്രശ്നം 120 അത് ശരിയാവും. പക്ഷെ 130 ഇങ്ങനെ വരുമോ? ഇത് 130 അതുകൊണ്ട് ഇത് 130 അങ്ങനെ വരുമോ? ഇല്ല, തെറ്റാണ്. 120 ഈ ഐഡിയ പഠിച്ചു പോകരുത്. ഓക്കെ, ആ ഐഡിയ പഠിച്ചു പോയാൽ ഇവിടെ 130 വന്നാൽ ഇത് 130 ആവില്ല. ക്ലിയർ ആണല്ലോ? അപ്പോ ഒന്നാമത്തെ ബേസ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായല്ലോ. ഇനി രണ്ടാമതൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് വെച്ചിട്ടുള്ള 1-2 ചോദ്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ ആണോ? ഈ ചോദ്യം ഇതെവിടെയെങ്കിലും കണ്ടിരുന്നോ? ഈ ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഇതുപോലെ ഒരു ചിത്രം ഞാൻ ബേസിക്സിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ ഒരു ചിത്രം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടുത്തെ ചോദ്യം എന്താ? നമ്മുടെ പേജ് നമ്പർ 51 ഒന്നാമത്തെ ചോദ്യമായി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ചോദ്യം എന്താന്ന് വെച്ചാൽ ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, ABC എന്ന് പറയുന്ന ട്രയാങ്കിള്, അതിലുള്ള എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. സിമ്പിൾ. ശരിക്കും പറഞ്ഞാൽ എന്താ? ഈ ഉള്ള ട്രയാങ്കിളിലെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. ABCയും വേണം. പിന്നെ അവിടെ ചെറിയ ട്രയാങ്കിൾ ഉണ്ടല്ലോ, OBC. ശരിക്കും പറഞ്ഞ ഈ ചിത്രത്തിനുള്ളിൽ എന്തൊക്കെ ആംഗിൾ കാണണോ എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ശ്രദ്ധിച്ചിരുന്നു. അടുത്ത ചോദ്യം നിങ്ങൾ ചെയ്യണം. ഓക്കെ, എന്നാ അവിടെ നോക്കിക്കോ, ശ്രദ്ധിച്ചോ. എങ്ങനെയാണ് അത് ചെയ്യാൻ നമുക്കൊന്ന് നോക്കിയാലോ. അതിനു വേണ്ടി നിങ്ങൾ ആദ്യം നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താ? ഞാൻ ഈ മായ്ക്കാട്ടോ. ഞാൻ ഇവിടെ തൽക്കാലം ഇവിടെ എഴുതാണ്. ഓക്കെ, OBയും OCയും തുല്യമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? കാരണം എന്താ? ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. കാരണം എന്താണ്? ഇത് രണ്ടും റേഡിയസ് ആണല്ലോ, ആരമാണല്ലോ. ആരങ്ങൾ തുല്യമാവുമല്ലോ. ആരങ്ങൾ തുല്യമാവുമ്പോൾ അതിനെതിരെയുള്ള കോണുകളും ആംഗിൾസും തുല്യമായിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ഇതും തുല്യമാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും തുല്യമായിരിക്കും. പക്ഷേ നമുക്ക് എന്തെങ്കിലും തന്നിട്ടോ? ഇതും തന്നിട്ടില്ല, ഇവിടെയും തന്നിട്ടില്ല. അപ്പൊ എന്താ ചെയ്യാം? ഇവിടെ ഒരു വരണ്ട കുറവുണ്ട്. അപ്പൊ അതിന് മക്കൾ കൂട്ടിച്ചേർത്ത് വരയ്ക്കാം. നമ്മൾ കൂട്ടിച്ചേർത്ത് വരയ്ക്കുന്നതിന് നമ്മളിങ്ങനെ ഡോട്ട് ഇട്ട് വരയ്ക്കുകയാണ് വേണ്ടത്. മാത്സില് നമ്മൾ കൂട്ടിച്ചേർത്തുന്നതിന് ഗ്യാപ്പിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച ഇവിടെ ഈ OAയും OBയും ഇതേ അവസ്ഥയാണല്ലോ, തുല്യമാണല്ലോ, റേഡിയസ് ആരം അല്ലേ? അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത് രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ ഇയാളുടെ ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ ഇതും എന്താണ്? 20. ഇതേ ഐഡിയ ഒന്ന് യൂസ് ചെയ്തേ. OAയും OCയും തുല്യമാണ്. അപ്പൊ OAക്ക് എതിരെ 30 ആണെങ്കിൽ OCക്ക് എതിരെയും എന്തായിരിക്കും? 30. അപ്പൊ ഇവിടെ 20 കിട്ടി, ഇവിടെ 30 കിട്ടി അല്ലെ? അപ്പൊ അത് രണ്ടുമായി. അപ്പൊ ഈ മൊത്തത്തിൽ എന്തായി? 30, 20, 50. ആ പ്രശ്നം തീർന്നേ. അത് കഴിഞ്ഞു. ഇനി ഇവിടെ എന്താ പ്രശ്നം? വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. കണ്ടുപിടിക്കാം അല്ലെ? ഞാൻ ഈ കുറച്ച് മാറ്റുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കിക്കേ. ഈ ആംഗിൾ എത്ര? ഇതെങ്ങനെ കിട്ടിയ? ഈ പറയുന്നത് AOB അല്ലെ? അവിടെ ഓൺ കേട്ടോ. AOB എന്ന് പറയുന്നത് ഒരു ത്രികോണമാണല്ലോ, ട്രയാങ്കിൾ ആണല്ലോ. ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? നിങ്ങൾക്കറിയാം 180 ആണ്. ആ 180 ഒരു ആംഗിൾ 20, മറ്റേ ആംഗിൾ 20 അല്ലെ? രണ്ട് ആംഗിളുകൾ 20 എത്ര? 20 + 20 40. അപ്പൊ ഈ രണ്ട് ആംഗിൾ കൂടി 40 കൊണ്ടുപോയി. ആകെയുള്ള 180-ൽ 2 പേര് കഴിഞ്ഞപ്പോൾ 40 അവരെടുത്തു. അപ്പൊ ബാക്കി ഇയാൾക്ക് എത്ര ഉണ്ടാവും? 140 ഉണ്ടാവും. 140, 20, 160, 160 കൂടെ 20 കൂട്ടിയാൽ 180 അല്ലെ? ഇതേപോലെ ഇവിടെ ആലോചിച്ചേ. ഇതെത്രയായിരിക്കും? 30, ഇവിടെ 30, 60. അപ്പൊ ബാക്കി ഇവിടെ എന്തുണ്ടാവണം? 120 ഉണ്ടാവണം. എന്നാലേ അതെന്ത് ചെയ്യാൻ പറ്റൂ? അത് 3 കൂടി കൂട്ടിയാൽ 180 ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞേ. എങ്ങനെ പറയാം? ഒരു പോയിന്റ്, ഈ പോയിന്റ് അല്ലെ? പോയിന്റിന് ചുറ്റും നേരത്തെ പറഞ്ഞു 360. പോയിന്റിന് ചുറ്റും 360. അതിനെ ഇങ്ങനെ 3 കഷ്ണമാക്കി മുറിച്ചു. ഇവിടെ A, ഇവിടെ B, ഇത് C അല്ലെ? ഇയാള് 120 കൊണ്ടുപോയി. ഓക്കെ, ഇയാള് 140 കൊണ്ടുപോയി. അപ്പൊ 120-140 എന്ന് പറഞ്ഞാൽ 260. രണ്ടും കൂടി
260 ഇതിന്നാണ് പോയി. രണ്ടുപേരും കൂടി 260 വീതിച്ചെടുത്തു. ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? 100. അപ്പൊ ഇത് എത്രയായിരിക്കും? 100. അപ്പൊ ഇത് എത്രയായിരിക്കും? 100 100 100 100 അല്ലെ? 100 അല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടൊന്ന് പറഞ്ഞേ, ഇത് രണ്ടൊന്ന് പറഞ്ഞേ. ഓക്കെ, എന്താ എത്ര എന്ന് പറഞ്ഞേ? ഇത് രണ്ടും എത്രയെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി എത്രയെന്ന് പറഞ്ഞേ, അങ്ങനെ പറഞ്ഞാൽ മതി. ഇവിടെ 100 കൊണ്ട്, ഇയാൾ 100 കൊണ്ട് അല്ലെ? ആകെ നമുക്ക് കിട്ടാൻ പറ്റിയ 180. ഇത് 3 കൂടി കൂട്ടിയാൽ 180 കിട്ടാവൂ. അങ്ങനെയാണല്ലോ അല്ലെ? കിട്ടണം, കിട്ടാവൂ, രണ്ടും ഉണ്ട്. 3 കൂടി കൂട്ടിയാൽ 180 കിട്ടാവൂ, അതിനപ്പുറം പോകാൻ പറ്റില്ല. 3 കൂടി കൂട്ടിയാൽ 180 കിട്ടണം. രണ്ടും നിർബന്ധ. കൂട്ടിയാൽ കിട്ടുകയും വേണം, അതിന്റെ അപ്പുറം പോകാനും പാടില്ല. ഓക്കെ, താഴത്തേക്ക് പോകാനും പറ്റില്ല, അപ്പുറത്തേക്ക് പോകാനും പറ്റില്ല. അപ്പൊ ഇയാൾ 100 കൊണ്ടയാൽ ബാക്കി ഇവിടെ രണ്ടാളും കൂടി എത്രയായിരിക്കും? 80 ആയിരിക്കും. ഇവിടെ രണ്ടാളും കൂടി 80 ആയിരിക്കില്ലേ? ആയിരിക്കുമല്ലോ. ഓക്കെ, ഇവർ രണ്ടുപേരും 80 ആവണം. ഇവർ രണ്ടുപേരും കൂടി കൂടിയാൽ 80 ആവണം. കൂടിയാൽ ഓക്കെ 80 ആവണം. എന്നാൽ ഈക്വൽ ആവണം. അപ്പൊ അതെങ്ങനെ? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടാണ്, തുല്യമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പൊ രണ്ടും കൂടി കൂട്ടിയാൽ 80 കിട്ടണം, എന്നാൽ അവർ ഈക്വൽ ആവണം. അപ്പൊ അതേതായിരിക്കും? നമുക്കറിയാം 40 ആവാവൂ. 40 40 അല്ലെ? കിട്ടിയല്ലോ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ വരയ്ക്കുക. ഒരു വൃത്തം വരച്ച് ഇതൊക്കെ നിങ്ങൾ വരച്ചിട്ട് അതിന്റെ ഉള്ളിലാണ് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. എന്നാ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ ആംഗിൾ OAB OBC OCD എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ നല്ലതല്ലേ? അപ്പൊ ഈ വരയ്ക്കാണ് ഏറ്റവും നല്ലത്. അപ്പോ ഇതിലെ സ്ക്രീനിൽ കാണുന്ന രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യവും നിങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷേ അതിനു മുമ്പ് എന്തുണ്ട്? ഇതിന്റെ ഈ മൂന്നാമത്തെ ചോദ്യവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു ചോദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ സെക്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ എത്രയേ ഉള്ളൂ. ഈ സെക്ഷനിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ ചോദ്യം കൂടി നിങ്ങൾ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഏത് രണ്ട്? ഒന്നാമത്തെ, ഈ പേജിലെ ഒന്നാമത്തെ ചോദ്യത്തില് 1 ഇപ്പൊ ചെയ്തതെങ്കിൽ 2 നിങ്ങൾ ചെയ്യുക, 3 നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. അവിടെ കേട്ടെ, വേറൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഇപ്പോൾ ചെയ്യണം. ക്ലിയർ ആണല്ലോ? പോസ്റ്റ് ചെയ്തോളൂ, വീഡിയോ പോസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഇതിലെ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അതിന്റെ ബേസിക് കാര്യങ്ങൾ പറയുന്നതിന്റെ മുമ്പ് നമുക്ക് ഇവിടെ ലെങ്ത് ഓഫ് ആർക്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ്? ചാപത്തിന്റെ നീളം. ഓക്കെ, ചാപത്തിന്റെ നീളം കാണാൻ ഈ വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് എന്ന് ചോദിക്കുന്ന, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ആർക്ക് എത്രയാണെന്നൊക്കെ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമുണ്ട്. അത് ചെയ്യും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം ആദ്യം 22ാമത്തെ ചോദ്യമാണ്. An arc of a circle of radius 10 centimeter makes an angle of 18 degree at a point on the opposite arc. What is the length of arc? Okay, എന്താ ചോദ്യം? 10 സെന്റിമീറ്റർ ആഴമുള്ള ഒരു വൃത്തമുണ്ട്. അതിന് 2 ചാപങ്ങളാക്കിയിട്ടുണ്ട്. അതിലൊരു ചാപത്തിൽ നിന്ന് മറുചാപത്തിലേക്ക് ഒരു കോൺ വരച്ചിട്ടുണ്ട്. ഒരു ചാപത്തിൽ നിന്ന് മറുചാപത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കോൺ വരച്ചിട്ടുണ്ട്. അത് 18 ഡിഗ്രിയാണ്. നമുക്ക് നോക്കാം എങ്ങനെ സംഗതി. ഒരു വൃത്തമുണ്ട്. ഓക്കെ, ഒരു വൃത്തമുണ്ട്. ഓക്കെയാണോ? അതിലൊരു ചാപം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, PQ. ഇപ്പൊ 2 ചാപങ്ങളായില്ലേ? ഒരാൾക്ക്, ഇത് ഓപ്പോസിറ്റ് ആർക്ക്, ചാപവും മറുചാപവും. ഓക്കെ, ഇങ്ങനെ ചാപങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓപ്പോസിറ്റിലേക്ക്, ഈ ആർക്കിൽ നിന്ന്, ഈ ചാപത്തിൽ നിന്ന് ഓപ്പോസിറ്റ് മറുചാപത്തിലേക്ക് ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആംഗിൾ എത്രയാണ്? 18 ഡിഗ്രിയാണ്. എങ്കിൽ ഈ ആർക്കിന്റെ ലെങ്ത് എത്രയാണ്? ഈ ചാപത്തിന്റെ നീളം എത്രയാണ്? ചാപത്തിന്റെ നീളം നമുക്ക് കാണാൻ അറിയാം. അറിയാലോ? എങ്ങനെ ചാപത്തിന്റെ നീളം കാണാൻ? സമവാക്യം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എന്താ ചാപത്തിന്റെ നീളം കാണാനുള്ള, ലെങ്ത് ഓഫ് ആർക്ക് കാണാനുള്ള ഇക്വേഷൻ? സ്ഥലല്ലാതെ അല്ലേ? അപ്പൊ ആൻസർ എഴുതി തുടങ്ങുമ്പോ ലെങ്ത് ഓഫ് ആർക്ക്, ചാപത്തിന്റെ ചാപ നീളം എങ്ങനെ കാണാൻ? സമവാക്യം ഉണ്ടായിരുന്നു, മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. 2πr ഇൻറ്റു θ/360. തീറ്റ എന്ന് പറയാം, ചിലർക്ക് എക്സ് എന്ന് പറയും, ചിലർക്ക് സി എന്ന് പറയും. നിങ്ങൾക്ക് കൂടുതൽ പരിചയം എനിക്ക് തോന്നുന്നു സി ആണ്. സി എവിടെ? നമുക്കറിയാലോ. എന്താ സി? ഒരു സർക്കിള്, ഇതേപോലെ തന്നെ വൃത്തം, അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആർക്ക്. ഇത് സെന്റർ ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ആർക്കല്ല, സോറി, ഇവിടെ ഉണ്ടാക്കുന്ന കോൺ, ആംഗിൾ. ആ ആംഗിളിനെയാണല്ലോ നമ്മൾ എന്ത് വിളിക്കുക? സി എന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ വിളിക്കാം, 2πr ഇൻറ്റു
2πr into c/360. c/360 ഇങ്ങനെ ചെയ്യാലോ. നമ്മളൊന്ന് ശ്രമിച്ചു നോക്കല്ലേ എന്താ ഉത്തരം കിട്ടുകയാണ്. എന്താ കിട്ടുക? 2π into r. r എത്രയാണ്? നമ്മുടെ ഇവിടെ r എത്രയാണ്? ആരം 10 റേഡിയസ് 10 ഇൻറ്റു സി എത്രയായിരിക്കും? ഇവിടെ നമുക്ക് സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ തന്നിട്ടുണ്ടോ? ഇതുപോലത്തെ കോൺ തന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാലോ ഇവിടെ എത്രയായിരിക്കും. നമുക്ക് തന്നാലും ഇല്ലെങ്കിലും നമുക്കറിയാം ഇത് എത്രയാണ്. ഇത് 18 ഇവിടെ 36 ഡിഗ്രി. അവിടെ എന്തായിരിക്കും? 36 ഡിഗ്രി. അപ്പൊ 36/360. 36/360 ആണല്ലോ. നമുക്ക് എന്നാ ചെയ്യാനുള്ളതൊന്നും ചെയ്ത് നോക്കിയാലോ. 10 × 36 2π ആക്കട്ടെ കേട്ടോ. 10 × 36 എന്തായി? 360/360. വെട്ടിപ്പോയില്ലേ? പിന്നെ അതുണ്ടോ? ഇല്ല. അപ്പൊ എന്താ ഉത്തരം? 2π. എന്താണ് ഉത്തരം? 2π. ചാപത്തിന്റെ നീളം എത്രയാണ്? 2π. അത്ര മതി. പയ്യൊക്കെ പറഞ്ഞോട്ടെ, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ക്ലിയർ ആണല്ലോ. ഇത്ര മതി. ഇതിനപ്പുറം പോകേണ്ട കാര്യം പൈയുടെ വില കൊടുക്കേണ്ട ആവശ്യമൊന്നും നമുക്ക് ഇല്ല. അപ്പൊ ഇമ്പോർട്ടന്റ് ആയ കാര്യം ഇതാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആ സമവാക്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് വിടാൻ പാടില്ല. ക്ലിയർ ആണല്ലോ. ഇത്രയും ആയാൽ നമ്മുടെ വൃത്തങ്ങൾ എന്ന പാഠത്തിന്റെ ഒരു വലിയ ഭാഗം കഴിഞ്ഞു. ഇനി ഇവിടെ ഈ ഒരു ഐഡിയാസ് ഒക്കെ കൂടിച്ചേർന്നിട്ട് ഇപ്പൊ ഈ പറഞ്ഞ ബേസിക് ആയ കാര്യങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ട് ഒരു ചിത്രം, ഒരു ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. അതേ ചോദ്യം നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. ഓക്കെ, അതുകൂടി ചെയ്യാം. എന്നിട്ട് ഇതിന്റെ വ്യത്യസ്തമായ ഭാഗത്തിലേക്ക് പോവാം. ഓക്കെ, ഒക്കെ ഒരേപോലെ ആയതുകൊണ്ടാണ് ഞാൻ കൂടി ഒരുമിച്ച് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡറിലല്ല നമ്മൾ എടുക്കുന്നത്. പക്ഷെ നമുക്ക് പഠിക്കാൻ ഈസിയായ ഓർഡറിലാണ് ഞാൻ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി 25ാമത്തെ ചോദ്യം എന്താ? ഇവിടെ നീ കാണുന്ന എല്ലാ ആംഗിളും കണ്ടുപിടിക്കുക. സിമ്പിൾ. ഏറ്റവും നിസ്സാരമായി പറഞ്ഞാൽ എല്ലാ ആംഗിളും കണ്ടുപിടിക്കുക. ഓക്കെ, അതിന് വേണ്ടി ചിലപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും, ചിലപ്പോൾ തന്നിട്ടുണ്ടാവില്ല. ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്ന ആംഗിളുകളില്ലേ, നമുക്ക് ഏതൊക്കെ ആംഗിളാണ് വേണ്ടത്? ഇവിടെ ഒന്നുണ്ട്, ഇത് വേണം, ഇവിടെ വേണം, ഇത് വേണം, പിന്നെ ഈ 4 വേണം. വികരണങ്ങൾക്കിടയിൽ, ഡയഗണൽസിന്റെ ഇടയിൽ എന്നുകൂടി ഉണ്ടാ ചോദ്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഡയഗണൽസിന്റെ ഇടയിലുള്ള കോണുകളും വേണം, വികരണങ്ങൾക്കിടയിലുള്ളതും വേണം. ഏറ്റവും നിസ്സാരമായിട്ട് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യം, ഇവിടെ 50, ഇത് 30. ഈ ഒരു ഭാഗം ട്രയാങ്കിൾ ആണല്ലോ, അല്ലെ? ട്രയാങ്കിൾ ആണല്ലോ. അപ്പൊ 50 30 തന്നാൽ ഇത് എത്രയായിരിക്കും? 100 ആയിരിക്കും. കാരണം 50 30 80, 80 100 180. സം ഓഫ് എ ട്രയാങ്കിൾ, സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ തുക എത്ര ആവണം? 180 ആവും. അപ്പൊ ഈസിയാണ് 100 ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഇനി വളരെ ഈസി ആയിട്ട് പറയാം. ഇതും 100 ആയിരിക്കും. അതെന്തുകൊണ്ടാ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്, എതിർക്കോണുകൾ തുല്യമായിരിക്കും. ഈസി ആണല്ലോ. ഇനി ഞാൻ വേറെ ടെക്നിക്ക് കാണിച്ചുതരാം. ബാക്കിയുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടെക്നിക്ക് കാണിച്ചുതരാം. നിങ്ങൾ റഫായിട്ട് ഈസി ആയിട്ട് പരിപാടിയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ചോദ്യം വന്നാൽ റഫായിട്ട് വട്ടം വരയ്ക്കുക. മീൻസ് വലിയ ഭംഗിയൊന്നും വേണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ വരച്ചായിട്ട് നോട്ട് ആൻസർ ഷീറ്റിൽ വേണമെന്നൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഈ ചോദ്യത്തിൽ തന്ന ഏതെങ്കിലും ഒരു ആംഗിൾ നിങ്ങൾ മനസ്സിൽ കരുതുക. ഇപ്പൊ ഞാൻ ഇവിടെ 50 കരുതുക. ഓക്കെ, ചോദ്യത്തിൽ തന്ന ഏതെങ്കിലും ഒരു ആംഗിൾ. ഓക്കെ ആണോ? ആ ആംഗിൾ, ആ കോണ് ഞാൻ കൂടെ 50 തീരുമാനിക്കുകയാണെങ്കിൽ അതിന്റെ എതിർഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ നേരെ മുന്നിലുള്ള ഒരു ലൈനാണ് ഒഴിവാക്കുക. ഓക്കെ, എന്താ പറഞ്ഞത്? ചോദ്യത്തിൽ തന്ന 3 ആംഗിളുകളുണ്ട്. 50 ഉണ്ട്, 30 ഉണ്ട്, 45 ഉണ്ട്. ഏത് വേണേലാവാം. ഞാൻ ഇവിടെ 50 തീരുമാനിച്ചു. ഓക്കെ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള, അതിന്റെ നേരെ മുന്നിലുള്ള ഒരു വരാണ്ട് മായ്ച്ചാൽ നോക്കുക. ഇവിടെ ഏതാ? ഇങ്ങനെയല്ലേ 50 നിൽക്കുന്നത്? 50 ഇങ്ങോട്ട് വായ പൊളിച്ചിട്ടല്ലേ നിൽക്കുന്നത്? ഇങ്ങനെയല്ലേ നിൽക്കുന്നത്, അല്ലെ? അപ്പൊ ഇതിന്റെ നേരെ മുന്നിൽ ആരാ? ഇതാ ഈ വരല്ലേ? ഇതാണോ? അല്ല കേട്ടോ, ഇത് ചാരി നിൽക്കുന്നതല്ല. ചാരി നിൽക്കുന്നത് ഫ്രണ്ട്, നേരത്തെ നേരെ വന്ന് നിൽക്കുന്നത് എതിരാളി. അങ്ങനെയാണല്ലോ. അപ്പൊ ഇതിന്റെ നേരെ മുന്നിൽ ഇതാണോ? അല്ല, അതല്ല. കാരണം അത് ഫ്രണ്ടാണ്. നമ്മുടെ ഫ്രണ്ടാണ് ഇയാളും. അതല്ല. ഇതിന്റെ നേരെ മുന്നിൽ ഇത്. ഈ വര നിന്നിട്ട് മാറ്റി നോക്കുക. നമുക്ക് നോക്കി നോക്കല്ലേ. ഞാൻ ഈ വര ഇവിടെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇത് എന്താ പറയാ, മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി വരയ്ക്കുന്നു. ഞാൻ എനിക്ക് വേണ്ട ആംഗിൾ മാത്രം എഴുതണം കേട്ടോ. 50 മാത്രം മതി. തൽക്കാലം 50 മാത്രം മതി. ഇതിന്റെ നേരെ എതിർഭാഗത്തുള്ള വര ഇങ്ങോട്ട് മായച്ചേ. ഇതിങ്ങനെ മായച്ചാലേ ഒന്ന് നോക്കിക്കോ. ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ? ഇതൊരു കോഡല്ലേ? ഇതൊരു ഞാൻ അഥവാ കോഡ് ആണല്ലോ, അല്ലേ? ഒരു കോഡിന്റെ അറ്റത്ത് നിന്നല്ലേ
ഈ വര ഇങ്ങനെ വരച്ചിട്ടില്ലേ ആണല്ലോ അവിടെ ആ ആംഗിൾ അങ്ങനെ ഉണ്ടാക്കിയത് ഇവിടെ നിന്നാണല്ലോ കോഡ്, അഥവാ ഞാനിന്റെ അറ്റങ്ങളിൽ നിന്നാണല്ലോ ഇത് ഉണ്ടാക്കിയത്. ഞാനിന്റെ അറ്റങ്ങളിൽ നിന്ന് തന്നെയല്ലേ ഇതും ഉണ്ടാക്കിയത്, രണ്ടും അങ്ങനെ തന്നെയല്ലേ അല്ലേ അല്ലേ? ഞാനിന്റെ അറ്റങ്ങളിൽ നിന്ന് തന്നെയാണല്ലോ അല്ലെ? ഒരു കോഡിന്റെ അറ്റങ്ങളിൽ നിന്ന് എത്ര ആംഗിൾ ഉണ്ടാക്കിയാലും എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോഡാണെങ്കിലും ആർക്കാണെങ്കിലും ഒക്കെ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓർമ്മ ഉണ്ടോ? ഇതെന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ അതേ പോയിന്റ് ഇവിടെ ഇവിടെ ഏതാ? ഈ 50 ഏതാ? ദാതാ ഇതെന്താണ്? 50 അല്ലെ? ഇങ്ങനെ വരച്ചാൽ ഇത് 50 ആണല്ലോ. പറയുന്ന പരിപാടി ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇത് 50, ഇവിടെ 100, 100 150. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഈസി 30, 150 ആവണ്ടേ? ആവണല്ലോ. ഇത്രയേ ഉള്ളൂ. അടുത്തത് എന്താ? ഇതേപോലെ നമുക്ക് തന്ന അടുത്തത് നോക്കാം. ഞാൻ അവിടെ 30 എടുക്കാം. ഓക്കെ, ഞാൻ ഒന്ന് അടുത്ത ചെറുതായിട്ട് റഫ് വരച്ചു. ഈസി, ഇങ്ങനെ വരച്ചാൽ മതി. ഞാൻ വീണ്ടും അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ മുഴുവൻ വരയ്ക്കുന്നത്. നിങ്ങൾ മുഴുവൻ വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഈ പറഞ്ഞ രീതിയിൽ തന്നതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മൾ വരയ്ക്കണ്ട. ഈ പറഞ്ഞ രീതിയിൽ ഞാൻ വരയ്ക്കുന്നത് മുഴുവനൊന്നും നിങ്ങൾ വരയ്ക്കേണ്ട കാര്യമില്ല. തന്നതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മൾ വരയ്ക്കണ്ട. ഇവിടെ ഇപ്പൊ തന്നതിൽ ഞാൻ ഈ 30 എന്താ എടുക്കുന്നത്? ഇത് ഇങ്ങനത്തെ എന്തേ വായ പൊളിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആരാ? ഇത് നിങ്ങൾ വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ വായിക്കുന്ന കാര്യം കാണിച്ചിരുന്നത്. വരയ്ക്കണ്ട. ഇതുപോലെ ഒന്ന് ആലോചിച്ച് ഇവിടെ 30 ഇവിടെ എന്തായിരിക്കും? കാരണം ഇതൊരു കോഡ് അഥവാ ഞാനാണ്. ഈ രണ്ട് ഇതും വരുന്നത് തുടങ്ങുന്നത് ഞാണുകളുടെ അറ്റത്തു നിന്നാണ്, കോഡിന്റെ അറ്റത്തിൽ നിന്നാണ് ആണല്ലോ. എല്ലാം നമുക്ക് കറക്റ്റ് ആണ്. അപ്പൊ ഇത് എത്രയാണ്? ഇതും 30, അത് 30, ഇതവിടെ 30 നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞത് ശരിയാണല്ലോ. എല്ലാ അർത്ഥത്തിലും അതുകൊണ്ടാണ് വളരെയധികം ശരിയാണ്. ഓക്കെ, ഇനി ഇവിടെ 45 ഉണ്ടല്ലോ അല്ലെ? ഞാൻ വരയ്ക്കുന്നില്ല. ഈ ഐഡിയയില് ഇതിന്റെ ഓപ്പോസിറ്റുള്ള ആരാ? ഇതാണല്ലോ. വായിച്ചേ. അപ്പൊ ഇതാണെങ്കിൽ ഇത് എത്രയായിരിക്കും? അതും 45 ആയിരിക്കും. ക്ലിയർ? 45 ആയിരിക്കും. കിട്ടിയോ? ഇനി എങ്ങനെ കണ്ടുപിടിക്കും? ഇനി നമുക്ക് ഇതപ്പെട്ട 2 ഉണ്ട്. ഓക്കെ, ഇവിടെ 2 ഉണ്ട്. അതും കൂടി കിട്ടിയാലേ പ്രശ്നം തീരുള്ളൂ. ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്ത് ചെയ്താൽ ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണല്ലോ, ഇത് കോണുകളാണല്ലോ, തുല്യമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് എന്തിനായിരിക്കും? നമ്മുടെ ബാഹുബലിയുടെ പോസ്റ്റർ പോലെ എന്തായാലും വേണ്ട ബാഹുബലി മുഖത്തോട് മുഖം നോക്കിക്കണ പോലെ അല്ലെ? അപ്പൊ ഇതും എന്തിനാണ്? ത്രികോണുകളാണ്, ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും? തുല്യവുമായിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾ ആണ് തുല്യം, ഈക്വൽ. ഓക്കെ, അപ്പൊ നമ്മളൊരു പോയിന്റ് ഉണ്ട്. ഈ കൂട്ടിമുട്ടിയ പോയിന്റ് കേട്ടോ. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ്? 360. അതിനെങ്ങനെ മുറിച്ചിട്ടുണ്ട് അല്ലെ? ഈ ഭാഗം 100 കൊണ്ടുപോയി, ഇയാളും കൊണ്ടുപോയി 100 പോയല്ലോ. അപ്പൊ 200 പോയില്ലേ? 200 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 160. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ 2 ഭാഗം കൂടി 160 ആണ്. ആ 2 ഭാഗം കൂടി എത്രയാണ്? 160. ഈ 2 ഭാഗവും എന്തുമാണ്? തുല്യവുമാണ്. എതിർക്കോണം കൊണ്ട് തുല്യവുമാണ്, ഓപ്പോസിറ്റ് ആംഗിൾ കൊണ്ട് ഈക്വലുമാണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്തെടുക്കാം? 80. കാരണം എന്താ? 2 കൂടി 160 ആവുകയും വേണം, 2ഉം തുല്യമാവുകയും വേണം. വേറെ വഴിയൊന്നുമില്ല. 80 എടുക്കേ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് 80, ഇതും 80. അങ്ങനെയാണ് പറഞ്ഞത്. 80ഉം 45ഉം 125. ബാക്കി 180ലേക്ക് എത്രയുണ്ട്? 55. കിട്ടിയില്ലേ? എല്ലാ കോണുകളും കിട്ടിയല്ലോ. ശരിക്കാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സുഖ ഇതൊന്നും വരയ്ക്കാം. ഒറ്റ വട്ടം ആൻസർ ഷീറ്റിന്റെ കാര്യം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വരച്ചിട്ട് അതിലാണ് അടയാളപ്പെടുത്തി കൊടുത്താൽ പ്രശ്നങ്ങളെല്ലാം സോൾവ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഭാഗത്തിലേക്ക്, അതായത് ചെറിയൊരു വ്യത്യാസമുള്ള എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഈ പാഠത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സൈഡ്. ഓക്കെ, അതെടുക്കാം. അപ്പൊ ആ ചോദ്യം എന്ന് പറഞ്ഞാൽ വരയ്ക്കാനുള്ള ഒരു ചോദ്യമാണ്. എന്താ ചോദ്യം? ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കംഫറൻസ് 3 cm ആൻഡ് 2 ഓഫ് ദി ആംഗിൾസ് 60 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി. എന്താ സംഗതി? ഒരു വൃത്തം വരയ്ക്കണം, ഒരു ട്രയാങ്കിളും വരയ്ക്കണം, ഒരു ത്രികോണവും ഒരു വൃത്തവും വരയ്ക്കണം. എങ്ങനെ വേണ്ടേ? എന്താ? ഒരു ആരം റേഡിയസ് വരയ്ക്കാം, എങ്ങോട്ട് വേണേലും വരയ്ക്കാം. മലയാളത്തിൽ എങ്ങനെ വരിക ഈ ചോദ്യം ഇങ്ങനെയാണ് വരിക: 60 ഡിഗ്രി 70 ഡിഗ്രി കോണുകളോട് കൂടിയ ഒരു ത്രികോണം വരയ്ക്കുക.
അതിന്റെ പരിവൃത്ത ആരം 3 സെന്റിമീറ്റർ ആണ്. പരിവൃത്തം അഥവാ സർക്കംഫറൻസ്. എന്താ സംഗതി? ഇത്രയേ ഉള്ളൂ. ത്രികോണം ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ 3 മൂലകളിലൂടെ കടന്നു പോകുന്നത്. അത് മൂന്നാമത്തെ മൂല കൂടെ പോയില്ലേ? ഓക്കെ. എന്താ സർക്കംഫറൻസ് അല്ലെ? എന്താണ് പരിവൃത്തം? സർക്കം സർക്കിൾ എന്നൊക്കെ പറയും. ഓക്കെ. സർക്കംഫറൻസ് അല്ലെങ്കിൽ സർക്കം സർക്കിൾ എന്നൊക്കെ വിളിക്കും. തോന്നുന്നു അപ്പോ ആ ഭാഗം ഇതാണ് ചോദ്യം മലയാളത്തിലാക്കി. അപ്പൊ ആ ഭാഗത്ത് വരയ്ക്കാനാണ് കേട്ടോ. എന്താ ചോദ്യം? ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3 സെന്റിമീറ്റർ ആൻഡ് 2 ഓഫ് ദി ആംഗിൾ 60 ഡിഗ്രി ആൻഡ് 70 ഡിഗ്രി. മലയാളത്തിൽ എന്താ? ഒരു ത്രികോണത്തിന്റെ കോണുകൾ 60 ഡിഗ്രി 70 ഡിഗ്രിയാണ്. അതിന്റെ പരിവൃത്ത ആരം 3 സെന്റിമീറ്ററുമാണ്. വരയ്ക്കുക. ഓക്കെ. ത്രികോണത്തിലെ കോണുകൾ 60 ഡിഗ്രിയും 70 ഡിഗ്രിയും പരിവൃത്ത ആരം 3 സെന്റിമീറ്ററുമായ ത്രികോണം വരയ്ക്കുക. ഓക്കെ. എന്താ പരിവൃത്തം അഥവാ സർക്കം? സർക്കിൾ ഉണ്ട്. സർക്കം റേഡിയസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒരു ത്രികോണം ഉണ്ട് എന്ന് വിചാരിക്കുക, ഒരു ട്രയാങ്കിൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അതിന്റെ 3 മൂലകളിലെ വെർട്ടീസസ് അതിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കണം. ഓക്കെ. എന്നാ എങ്ങനെയെങ്കിലും വരച്ചാൽ മതിയോ? സർക്കിൾ വരയ്ക്കാൻ, പരിവൃത്തം വരയ്ക്കാൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആ ഏതെങ്കിലും ഐഡിയ വെച്ച് വരച്ചാൽ മതിയോ? പോരാ. ഓക്കെ. അത് പോരാ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ക്ലിയർ ആണോ? അതൊരു പ്രശ്നം തന്നെയാണ്. ഓക്കെ. ഇങ്ങനെ വരച്ചാൽ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ ഐഡിയയിൽ ഉപയോഗിച്ചാൽ അത് ഇവിടെ ഏൽക്കില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ വേണം? ഇങ്ങനെ ഒരു വൃത്തം വരണം, അതിൻ്റെ ഉള്ളിൽ ത്രികോണം വരണം. അതിലെ കോണുകൾ ഒന്ന് 60 ആണെങ്കിൽ മറ്റേത് 70 ആവണം അല്ലെ? അപ്പൊ ത്രികോണം വരയ്ക്കണം, വൃത്തം വരണം, 60 അല്ലെങ്കിൽ 70 വേണം. ഈ വൃത്തത്തിന്റെ ആരം അതും പ്രശ്നമാണ്. 3 സെന്റിമീറ്റർ ആവുകയും വേണം. ഒക്കെ കൂടി ഒരുമിച്ച് വരണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതുവരെ നിങ്ങൾ നേരിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും പരിവൃത്തം വരച്ചിട്ടുണ്ടെങ്കിൽ, സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഐഡിയ ഇവിടെ ഏൽക്കില്ല. ഈ എല്ലാ കാര്യവും കൂടി ഒരുമിച്ച് വരാൻ നമ്മൾ അന്നത്തെ ഐഡിയ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ ആദ്യം തന്നെ എന്ത് ചെയ്യാം? നമുക്ക് വേണ്ട ആംഗിളുകൾ എഴുതുക. ഒന്ന് 60, മറ്റേത് 70 അല്ലെ? നേരെ അതിന്റെ ഡബിൾ ചെയ്യാം, നേരെ അതിന്റെ ഇരട്ടി കാണാം. ഓക്കെ ആണോ? ഇരട്ടി എത്രയാണ്? 60ന്റെ ഇരട്ടി 120, ഡബിൾ 140. കിട്ടിയല്ലോ? കിട്ടിയേ? ഇനി വേണ്ടത്, നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ട്രയാങ്കിൾ അല്ല, ത്രികോണമല്ല, പകരം സർക്കിളാണ്, വൃത്തം. കോമ്പസ് എടുക്കുക. കോമ്പസ് ഇല്ല, ഞാൻ പറയുന്നു, നിങ്ങൾ വരയ്ക്കാം. കോമ്പസ് എടുത്ത് റേഡിയസ് എത്രയും വേണ്ട? 3 സെന്റിമീറ്റർ അല്ലെ ആരം വേണ്ട? അപ്പൊ 3 സെന്റിമീറ്റർ കോമ്പസിൽ ഇങ്ങനെ എടുക്കുക. ഓക്കെ. എന്നിട്ട് കോമ്പസ് കുത്തി വെച്ചിട്ട് ആണ് കറക്കൂടി. ഓക്കെ. ആണ് കറക്റ്റ്. ഒരു വൃത്തം കിട്ടില്ലേ? ആ കോമ്പസ് കുത്തി വെച്ചോട്ട് O എന്ന് മാർക്ക് ചെയ്തോളൂ. എന്താണ്? വൃത്ത കേന്ദ്രം, സെന്റർ അല്ലെ? എന്നിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഒരു ആരം അഥവാ റേഡിയസ് വരയ്ക്കുക. അപ്പൊ ഒരാരം വരയ്ക്കുക അല്ലെ? ആരം വരച്ചിട്ട് എന്താ ചെയ്യണ്ടേ? നമ്മൾ പൊട്ടറാക്ടർ എടുക്കുക. ഓക്കെ. ഈ ആരം എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്നിട്ട് നമ്മൾ പൊട്ടറാക്ടർ എടുത്ത് ഇവിടെ വെക്കുക. പൊട്ടറാക്ടർ ഇങ്ങനെയല്ലേ വെക്കുക? ഇന്ത്യയിലെ സാധനം ഇല്ല കേട്ടോ, സോറി. ഓക്കെ. ഇങ്ങനെയല്ലേ പൊട്ടറാക്ടർ വെക്കുക? ഞാൻ നേരെ വെക്കുകയാണ്, ഒരു ഭംഗിയില്ല. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? ആരം വരച്ചു. ആരം 3 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് നമ്മളിവിടെ പൊട്ടറാക്ടർ ഇങ്ങനെ വെക്കുക. പൊട്ടറാക്ടറിന്റെ സെന്ററും നമ്മുടെ ഈ സർക്കിളിന്റെ സെന്ററും ഒരുമിച്ച് വരുന്ന രീതിയിൽ വെക്കുക. ഓക്കെ ആണല്ലോ? എന്നിട്ട് എവിടത്തെ സീറോ ആണ്? ഇവിടെ ഒരു സീറോ ഉണ്ട്, ഇവിടെ ഒരു സീറോ ഉണ്ട്. നമ്മൾ ഏതെന്നാ നോക്കി തുടങ്ങണ്ടേ? നമ്മൾ വരച്ച റേഡിയസ് അല്ലെങ്കിൽ വര, ഈ ആരം, ഇത് എവിടെയാണോ, എങ്ങോട്ടാണോ, ആ സൈഡിലുള്ള 0 വേണം നോക്കാൻ. ഇപ്പൊ ഇവിടെ 0 ഉണ്ട്, പക്ഷെ ഇതല്ല നോക്കണ്ടേ. നമ്മുടെ ഈ വര ഇങ്ങോട്ടാവുകൊണ്ട് ഇവിടത്തെ 0 വേണം നോക്കാൻ. എന്നിട്ട് നിങ്ങൾ എത്ര കോണാണ്, എത്ര ആംഗിളാണ് മാർക്ക് ചെയ്യേണ്ടത്? ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ആംഗിൾ മാർക്ക് ചെയ്യുക. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് 120 എടുക്കുകയാണെങ്കിൽ 120 ആദ്യം മാർക്ക് ചെയ്യുക. ഏത് വേണേലും മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ 0 നോക്കി പോകത്ത് ഇവിടെ 120. അപ്പൊ ഞാൻ ഈ പോയിന്റ് കൂടെ ഇങ്ങനെ വരച്ചു. അപ്പൊ പൊട്ടറാക്ടർ മാറ്റിയാൽ നമുക്ക് കിട്ടും ഇത് 120 ആണ്, 120 ഡിഗ്രിയാണ്. ഇനി വീണ്ടും ഒന്നും കൂടി പൊട്ടറാക്ടർ വെക്കണം. എന്തിനാ?
എന്താ അവിടെ 120 ഉണ്ട്. അപ്പൊ ഇനി ഏത് കൂടി വേണം? 140 വേണം. രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ ഈ തൽക്കാലം മാറ്റിയാണ്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ പ്രൊട്ടക്ടർ ഈ വരയിൽ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ തിരിച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ഏത് പൂജ്യത്തിനാണ് ഓർക്കണ്ടേ? നമ്മുടെ വര തവിടെ. ഇങ്ങോട്ട് വരണ്ടോ? ഇല്ല, ഇങ്ങോട്ട് വരല്ല. അപ്പൊ ഈ പോയിന്റിൽ 0-ൽ നിന്ന് തുടങ്ങി 140 വരുന്നത്. അപ്പൊ എങ്ങനെ നോക്കി 140 ഏകദേശം ഇവിടെ വന്നു. അപ്പൊ ഞാൻ ആ പോയിന്റ് കൂടെ വരച്ചു. എന്നിട്ട് ആ പ്രൊട്രാക്ടർ മാറ്റിയപ്പോ എനിക്ക് മനസ്സിലായി ഇതെത്രയാണ്? 140 അല്ലെ? ഇവിടെ 120 പോയി, ഇവിടെ 140 പോയി. അപ്പൊ ഇതെന്തായിരിക്കും ബാക്കി? നമുക്കറിയാലോ, സാമാന്യ ബുദ്ധിയാണല്ലോ, കോമൺ സെൻസ്, കോമൺ മാത്തമാറ്റിക്കൽ സെൻസ് അല്ലെ? എന്താണ് അവിടെ? പോയിന്റ് ആണ്. പോയിന്റിന് ചുറ്റും 360 ആണ്. അതിൽ ഇവര് രണ്ടുപേരും കൂടി 140-ഉം 120-ഉം കൂട്ടിയാൽ 260 കൊണ്ടുപോയി. ബാക്കി 360-ൽ 100 ബാക്കിയുള്ളൂ. കിട്ടിയല്ലോ. ഇത് മാർക്ക് ചെയ്ത ശേഷം ഈ 3 പോയിന്റുകളില്ലേ, അതങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ, വരയ്ക്കാം. ഇനി ത്രികോണമായില്ലേ? ഇതാണ് നമുക്ക് വേണ്ട ത്രികോണം. ഞാൻ ഇപ്പൊ പേരിടാണെങ്കിൽ ABC എന്നിടാം. ഒന്ന് പറഞ്ഞ എവിടെ ഈ 60 ഡിഗ്രി കോൺ വരിക? 60 നമുക്ക് വേണ്ടത്. പിന്നെ 70-ഉം അതെവിടെ വരിക? 120 ഇവിടെ അല്ലേ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് അല്ലെ? ഇതാണ് 60 ഡിഗ്രി. 120 ഇങ്ങോട്ട് വായ പൊളിച്ചിട്ടല്ലേ നിൽക്കണേ? അപ്പൊ ഇവിടെ. ഇനി 140 മേപ്പെട്ട് വായ പൊളിച്ചിട്ടല്ലേ നിൽക്കണേ? അപ്പൊ 70 എവിടെ ആയിരിക്കും? അവിടെ നമ്മുടെ ഐഡിയ തന്നെയാണ്, നേരത്തെ ഐഡിയ തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഒരു ആംഗിൾ 60-ഉം മറ്റേത് 70-ഉം. ത്രികോണവും പരിവൃത്തം സർക്കിളും സർക്കും റേഡിയസും ഒക്കെ ക്ലിയർ ആയില്ലേ? എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി ഇതേ ചോദ്യം, ഇതേപോലെ ചെയ്യേണ്ട ഒരു ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ കാണാം. ആ ചോദ്യം നിങ്ങളൊന്ന് ചെയ്തേ. പക്ഷെ അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടല്ലോ. എന്താ ശ്രദ്ധിക്കണ്ടേ? അവിടെ ഇങ്ങനത്തെ ആംഗിൾ 60-70 എന്ന് തന്നിട്ടില്ല അല്ലെ? 60-70 എന്ന് തന്നിട്ടില്ല. പകരം നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ടല്ലോ. എന്താ വാക്ക്? സമഭുജ ത്രികോണം. എന്താ വാക്ക്? സമഭുജ ത്രികോണം അല്ലെ? ഇതല്ലേ നമുക്ക് തന്ന വാക്ക്? ഇംഗ്ലീഷില് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലെ? എന്താ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന്? പിന്നെ ആംഗിളിന്റെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമുക്കറിയാലോ എന്താ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിൾസ്. സമഭുജ ത്രികോണത്തിന്റെ കോണുകൾ എന്ന് പറഞ്ഞാൽ 60. അപ്പൊ ഇനിയിപ്പോ നമുക്ക് പ്രത്യേകിച്ച് 60-70 എന്ന് തരേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അപ്പൊ ഇത് നിങ്ങൾ ഇപ്പൊ 60 കിട്ടിയല്ലോ, സ്റ്റെപ്പൊക്കെ തന്നെ ഇവിടെ നിന്നിട്ടുള്ള സ്റ്റെപ്പ് തന്നെ. ഓക്കെ ആണല്ലോ? നിങ്ങൾ എന്ത് ചെയ്യാ? ഇതൊന്ന് വരച്ച് നോക്കുക. ഓക്കെ ആണോ? വീഡിയോ പോസ് ചെയ്തോളൂ. ഓക്കെ, ചെയ്തല്ലോ. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തിലേക്ക് കിടക്കാം. 60-120 ഡൗട്ടൊന്നുമില്ലല്ലോ. ഡൗട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് മനസ്സിലായിട്ട് അതും ചെയ്യാം. എന്തായാലും ശരി. ഇതിന്റെ തൊട്ട് താഴെ ചോദ്യം കണ്ടോ? പേജ് നമ്പർ 46-ല് 3-ാമത്തെ ചോദ്യം കണ്ടോ? ടെസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയേ. 46-ല് 3-ാമത്തെ എന്താ ചോദ്യം? ഇതേപോലെ ചോദ്യം തന്നെയല്ലേ? ഇതേ ചോദ്യം നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യം നമുക്ക് ഞാൻ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് വളരെ പണിക്ക് നിങ്ങൾക്ക് തരാണ്ട്. ഓക്കെ, ആ ചോദ്യം ഇതാണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. ഓക്കെ, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 3 vertices on the circle and 2 of its angles 22.5 and 32.5 degrees. എന്താ പറഞ്ഞേ? വൃത്തം വരയ്ക്കണം, സർക്കിൾ വരയ്ക്കണം, 3 സെന്റിമീറ്റർ റേഡിയസ്. അതിനുശേഷം ആ വൃത്തത്തിൽ ആംഗിളുകൾ വരണം, ആ വൃത്തത്തിൽ മൂലകൾ വരണം. ആ വൃത്തത്തിൽ മൂലകൾ വരുന്ന രീതിയിൽ എന്ത് വരയ്ക്കണം? ഒരു ത്രികോണം വരയ്ക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മളൊരു വൃത്തം വരയ്ക്കുന്നു. ആ വൃത്തത്തിൽ മൂലകൾ വരുന്ന രീതിയിൽ, വെർട്ടീസസ് വരുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്ന. അതിനിപ്പോ സാറേ ഈസി അല്ലേ? അത് ഈസിയാ. ഇത് മാത്രമായിട്ട് ചോദിക്കുന്നത് ഈസിയാ. പക്ഷെ എന്താ വേണ്ടത്? ഇതിൽ ഒരു ആംഗിൾ 22 വരണം, വേറൊന്ന് 32 വേണം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷുവറാണ്. കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചോദ്യം അതേപോലെ ഇത് പലതും ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ചോദ്യം അതുപോലെ ഇട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് അങ്ങനെയൊക്കെ വരും. എനിവേ, ഇതാണ് ആവശ്യം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയില്ലേ, വരയ്ക്കലാണ്. എന്നാലും തുടക്കത്തിൽ ഇങ്ങനെ ഒരു വര വന്നാൽ, എങ്ങനെ ഒരു വര? വൃത്തം വരച്ച് ത്രികോണം വരയ്ക്കുക, അതിന്റെ ആംഗിൾ കോൺ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമുക്കുള്ള 22 കണ്ടെടുക്കുക. പിന്നെ നമുക്ക് വേണ്ട 32 കണ്ടെടുക്കുക. അതിന്റെ ഒക്കെ ഡബിൾ ഇൻറ്റു 2 ഇരട്ടി അല്ലെ? ഇരട്ടി 22 കൂട്ടിയ 45 ആരാണ്? കിട്ടിയല്ലോ. അവിടെ
32 32 64, അപ്പോ 65. അയ്യോ 45 ഉള്ളൂ, 45 ആരെയൊന്നുമില്ലേ? ഓക്കെ, 22 22 45, 32 32 65. ക്ലിയർ ആണല്ലോ. ഇനി എന്താ ചെയ്യണ്ടേ? ആദ്യം കോമ്പസ് എടുക്കണം. ഞാൻ കോമ്പസ് ഒന്നും എടുക്കുന്നില്ല, നിങ്ങൾ വരയ്ക്കാം, നിങ്ങൾ ഇതിന്റെ ഒപ്പം വരയ്ക്കണം. സെയിം എല്ലായ്പ്പോഴും ഞാൻ പറയുന്നത് അതേ ലേഖനം, നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. എനിക്ക് ഇതൊന്നും മാർക്കൊന്നും കിട്ടാൻ പോണില്ല. ഓക്കെ അല്ലേ? അപ്പൊ ആദ്യം 3 സെന്റിമീറ്റർ കോമ്പസ് എടുത്തിട്ട് കുത്തിവെക്കുക. കോമ്പസ് കുത്തി വെച്ചിട്ട് വൃത്തം വരയ്ക്കണം, സർക്കിൾ വരയ്ക്കണം. ഓക്കെ, എന്നിട്ടോ വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സെന്റർ ഉണ്ടല്ലോ, കോമ്പസ് കുത്തി വെച്ച സെന്റർ ഉണ്ടല്ലോ അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു റേഡിയസ് വരയ്ക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ഒരു റേഡിയസ് വരയ്ക്കുക. എന്നിട്ടോ എന്നിട്ട് എന്താ ചെയ്യണ്ടേ? നമ്മളൊരു പൊട്ടറാക്ടർ എടുത്തിട്ട് എന്താ ഇവിടെ സെന്റർ വരുന്ന രീതിയിൽ വെച്ച് ഈ 2 ആംഗിളിൽ ഏതെങ്കിലും ഒന്ന് അടയാളപ്പെടുത്തുക. അപ്പൊ പൊട്ടറാക്ടർ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെക്കുക നമ്മള് അല്ലെ? ഇവിടത്തെ 0 നിന്ന് വേണം തുടങ്ങാൻ. കാരണം എന്താ? നമ്മൾ ഇവിടെയാണ് വര വരച്ചത്. വര എവിടെയാണോ അവിടത്തെ 0 വേണം തുടങ്ങാൻ. നമ്മൾ വരച്ച ഈ വര എവിടെയാണോ അവിടത്തെ 0 വേണം തുടങ്ങാൻ. 45 വേണമെങ്കിൽ എടുക്കാം, 65 വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഇവിടെ 65 എടുക്കുന്നപ്പോൾ ഏകദേശം ഇവിടെ വരുന്ന വിചാരിക്കുക. അതിലൂടെ ഈ 65 കൂടെ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി ഇത് 65 ഡിഗ്രി. അപ്പൊ നമുക്ക് അതിന്റെ കിട്ടി 65 ഡിഗ്രി എന്ന് കിട്ടി. കിട്ടിയല്ലോ? അവിടെ പെട്ടെന്ന് നിൽക്കട്ടെ. ഇനി ഏതാ വേണ്ടി? 65ന്റെ പണി കഴിഞ്ഞു. ഇനി ആരുടെ പണി? 45. അപ്പൊ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഈ വരയിൽ ഇങ്ങനെ ചെരിച്ച് പൊട്ടറാക്കി വെക്കാം, അല്ലെങ്കിൽ തല തിരിച്ച് ഇവിടെയും വെക്കാം. എവിടെ വെച്ചോ പ്രശ്നമല്ല. ഓക്കെ, ഇവിടെ വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോഴും വര ഇങ്ങോട്ടല്ലേ? അപ്പൊ ഇവിടത്തെ 0 നിന്ന് വേണം തുടങ്ങാൻ. 45 അടയാളപ്പെടുത്തി. ഇതാ ഇവിടെ 45 അടയാളപ്പെടുത്തിയില്ലേ? പൊട്ടറാക്കി മാറ്റിക്കോ, നേരെ വരച്ചോ, താഴെ. ഓക്കെ, അപ്പൊ ഇത് എത്രയാണ്? 45. ഇനി വളരെ ഈസി. ഞാൻ അവിടെ പേര് കൊടുക്കുന്നു, ABC. എന്ത് ചെയ്താൽ മതി? ഇത് 3 കൂടി കൂട്ടി യോജിപ്പിച്ചാൽ 1 2 3. ഇത്രേ പരിപാടിയുള്ളൂ. ഇനി എവിടെ 22 പിന്നെ എവിടെയാണ് ഈ 32 വന്നതും കൂടി അറിയണ്ടേ? ഒന്ന് അറിഞ്ഞിരിക്കാം. ഒന്ന് നോക്കിക്കേ, ഈ വര ഉണ്ടോ? BC ഇല്ലേ? ഈ BCയിൽ നിന്ന് വരുന്ന അല്ലെ, ബിയും സിയും ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കോണല്ലേ 65. അപ്പോ 32 എവിടെ വരണം? ഇവിടെ നിന്ന് തുടങ്ങണം. 65 വന്നത് BCയിൽ നിന്നാവുന്നത് 32 BCയിൽ നിന്ന് തുടങ്ങണം. BCയിൽ നിന്ന് തുടങ്ങുന്ന അടുത്ത വരയുടെ ഏതൊക്കെ? ഈ വരയുടെ പണി കഴിഞ്ഞു. അപ്പൊ പിന്നെ എന്താണ്? ഈ വരയുടെ അല്ലെ, ഈ വരയിൽ നിന്ന് വരുന്ന ഈ വരയുടെ പണി കഴിഞ്ഞു. അപ്പൊ പിന്നെ ഏതാ? ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ. അപ്പൊ ഈ കോണം എത്രയാണ് വരിക? 32 അര ആണല്ലോ. അടുത്തത് AB-യിൽ നിന്ന് വരുന്നതാണല്ലോ 45 ആണല്ലോ. ക്ലിയർ അല്ലേ? ഇനി AB-യിൽ നിന്ന് പറയുന്ന 2 വരകൾ ഏതൊക്കെ? ഇതിന്റെ പണി കഴിഞ്ഞു, ഇതിന്റെ പണി കഴിഞ്ഞു. പിന്നെ ഏതൊക്കെ? പിന്നെ ഏതാ? അങ്ങനെ പോകുന്ന ഒന്ന് അല്ലെ? അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 22 അര ആയിരിക്കും. 45 ഇവിടെ കൊണ്ട് 22 അര വരണം. ഓക്കെ ആണോ? കിട്ടിയില്ലേ? ഇത്രയും. അപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇനി ഒരു വർക്ക് തരാൻ പോവാണ്. ഓക്കെ, ഏതാ? നമ്മൾ ബാക്കി വെച്ചൊരു വർക്ക് ഉണ്ട്. ഏതാ? പേജ് നമ്പർ 51 ഒന്നാമത്തെ ചോദ്യം, അതിലെ 3ാമത്തത്. ഒന്നാമത്തെ ചോദ്യത്തിലെ 3ാമത്തത് നമ്മൾ ബാക്കി വെച്ച കാര്യമാണല്ലോ, ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? അതൊന്ന് ചെയ്ത് നോക്കിയേ. സ്ക്രീനിലുണ്ട്, ചോദ്യമൊക്കെ സ്ക്രീനിലുണ്ട്. ഇതിന്റെ ടെസ്റ്റ് നോക്കുക. ഇത് വെച്ചിട്ട് ഇപ്പൊ ചെയ്ത ചിത്രം, ആ വരച്ച ചിത്രം, ഞാൻ പറഞ്ഞ കാര്യം, അവിടെ ആംഗിൾ എടുത്ത കാര്യം, കോൺ എടുത്ത കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് ആ കോൺ എടുത്ത പോലെയൊക്കെ ആലോചിച്ചതും കിട്ടും. ഓക്കെ, നമുക്ക് ആവശ്യമായതും കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഓക്കെ, കിട്ടുമല്ലോ, ഈസി ആയിട്ട് കിട്ടും. ഇനി നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് പ്രൂവ് ദാറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 55 2ാമത്തെ ചോദ്യം. എന്താ ചോദ്യം? പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ദ ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദി ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. ഏതൊരു ചക്രീയ ചതുർഭുജത്തിലും എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? എന്താന്ന് ഞാൻ പറയാം. ഓക്കെ, ഏതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലും എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും ഒരു വെർട്ടെക്സിന്റെ ഔട്ടർ ആംഗിൾ, ഏതെങ്കിലും ഒരു മൂലയിലുള്ള പുറംകോൺ എന്തായിരിക്കും? എതിർ വെർട്ടെക്സിലുള്ള അകക്കോണിന്, ഇന്നർ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. നോക്കല്ലേ, അവിടെ കട്ടെ. എന്താ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? നിങ്ങൾക്ക് അറിയാലോ എന്താ? ക്വാഡ്രിലാറ്ററിൽ 4 വെർട്ടെക്സും ഇല്ലേ, 4 മൂലകളും ഇല്ലേ? ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താ? ഈ 4 മൂലകളിലൂടെയും വൃത്തം കടന്നു പോയിട്ടുണ്ടാവും. ഇതാണ് ചക്രീയ ചതുർഭുജം.
ക്ലിയർ ആണല്ലോ? അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഒരു ചതുർഭുജം 4 വശമുള്ള ഏത് രൂപം വേണേലും ആവാം, അതിന് കോഡിലാറ്ററൽ അഥവാ ചതുർഭുജം എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ തേടേണ്ട 4 മൂലകളിലൂടെയും ഒരു വൃത്തം കടന്നു പോയാൽ അതിന് സൈക്ലിക് കോഡിലാറ്ററൽ അഥവാ ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കും. ആ കാര്യം മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ഇവിടെ ഇതിനൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഇതിന്റെ എതിർകോണുകൾ കൂട്ടിയാൽ 180 കിട്ടും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 180. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? 180 കിട്ടും. ഇതാണ് ചക്രീയ ചതുർഭുജത്തെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയ കാര്യം. ഓക്കെ ആണോ? ഇനി ഞാൻ വളരെ കാര്യം ചോദിക്കട്ടെ, എങ്ങനെ നമ്മളൊരു ഷേപ്പിന്റെ ഔട്ടർ ആംഗിൾ എടുക്കുക? ഇപ്പൊ നമുക്കൊരു ചതുർഭുജോ എന്തെങ്കിലും ആയിക്കോട്ടെ, പ്രശ്നമില്ല. എങ്ങനെ ഇതിന്റെ ഔട്ടർ ആംഗിൾ എടുക്കുക? പുറംകോൺ എങ്ങനെ എടുക്കുക? എങ്ങനെ പുറംകോൺ എടുക്കുക? പുറംകോൺ എടുക്കാൻ ആദ്യം ഒരു സൈഡ് നീട്ടി വരയ്ക്കണം. നമുക്ക് ഒരു സൈഡായിട്ട് നീട്ടി വരയ്ക്കുക. എന്നിട്ട് ഇതാ ഈ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് പുറംകോൺ. അല്ലെങ്കിൽ ഇങ്ങനെ നീട്ടി വരച്ചാൽ ഇതാണ് പുറംകോൺ. അല്ലാതെ ഇത് മൊത്തത്തിലാണോ പുറംകോൺ? ഔട്ടർ ആംഗിൾ ടോട്ടൽ ആണോ ഔട്ടർ ആംഗിൾ? അല്ല, തെറ്റിക്കരുത്. അത് മൊത്തത്തിലല്ല. എന്ത് ഔട്ടർ ആംഗിൾ? ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് നീട്ടി വരച്ചിട്ട് വേണം എടുക്കാൻ. ഈ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഈ ചോദ്യത്തിലേക്ക് എത്താം. എന്താ പറഞ്ഞേ? നമ്മുടെ ഒരു സൈക്കിൾ കോഡിലാറ്ററൽ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ തന്നെ പറയാം. ഓക്കെ, ഇതിൽ തന്നെ പറയാം. ഇതിലാണ് ചെയ്യാം. എന്താ സംഗതി? ഈ സൈക്ലിക് കോഡിലാറ്ററിലെ ചക്രീയ ചതുർഭുജത്തിലെ ഏതെങ്കിലും ഒരു ഔട്ടർ ആംഗിൾ എടുക്കണമെങ്കിൽ നീട്ടി വരക്കണല്ലോ, അല്ലെ? എടുക്കാതെ നീട്ടി വരക്കാം. ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് ഈ ലൈൻ എങ്ങനെയാണോ പോയത് അതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് നീട്ടി വരക്കാം കേട്ടോ. ഓക്കെ, വളച്ച് തിരിച്ചൊന്നും വരക്കരുത്. വരയ്ക്കുമ്പോ സ്ട്രൈറ്റ് ആയിരിക്കണം. അല്ലാതെ പാമ്പ് പോണ പോലെ ഇങ്ങനെ പോകാൻ പറ്റുമോ? അതില്ല കേട്ടോ, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നീട്ടി വരച്ചു. ഈ ഔട്ടർ ആംഗിൾ എത്രയും നമുക്കറിയില്ല, വേണ്ട. ആ ഔട്ടർ ആംഗിൾ എന്തിന് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? തുല്യമാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇന്നർ ആംഗിളിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നത്, ഇതിനൊക്കെ ഒരു പേര് കൊടുക്കുന്നു. ABCD, ഇവിടെ E. ഓക്കെ, പേര് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ എടുക്കുന്ന ഔട്ടർ ആംഗിൾ തുടങ്ങണം കേട്ടോ. പ്രൂഫ് അല്ലേ? തുടങ്ങണം. ലെറ്റ് ആംഗിൾ CBE സമം X. എന്താണ്? ലെറ്റ് എടുക്കണം. എന്തെടുക്കണം? CBE സമം X. CBEക്ക് പകരം X എന്ന് എടുക്കുക. മലയാളത്തിൽ എന്താ? കോൺ CBE സമം X എന്ന് എടുക്കുക. ഓക്കെ, എന്നെടുക്കുക. ക്ലിയർ? X എന്ന് എടുക്കുക. അങ്ങനെ X എടുത്താൽ അടുത്തതായിട്ട് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പറയൂ, എന്താ എന്റെ ചോദ്യം? Therefore, അങ്ങനെയാണെങ്കിൽ ആംഗിൾ ABC എത്രയായിരിക്കും? ഒന്നാലോചിച്ച് എന്തായിരിക്കും ABC? സിമ്പിൾ പ്രൂഫ് ആട്ടോ. അപ്പൊ തീരും. ABC എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ഒരു ആംഗിൾ അല്ലേ? ഈ ആംഗിൾ എത്രയായിരിക്കും? അതാണ് ചോദ്യം. ആ ABC എത്രയായിരിക്കും? ഒന്ന് നോക്കിക്കേ, ഒന്ന് പറഞ്ഞേ, ഒന്ന് ആലോചിച്ചേ. AE ഒന്ന് നോക്കിക്കേ. AE അതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? ഞാൻ അതൊക്കെ മാറ്റിയാണേ. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? ഈ AE ആണല്ലോ. അതിലൊരു പോയിന്റ് ആണല്ലോ B, അല്ലേ? ഒരു സ്ട്രൈറ്റ് ലൈനിന്റെ ആംഗിൾ എത്രയാണ്? ഒരു സ്ട്രൈറ്റ് ലൈൻ വെച്ച അതിന്റെ കോൺ എത്രയാണ്? ഈ കോൺ എത്രയാണ്? 180 ഡിഗ്രി. അറിയാലോ, ഒരു സ്ട്രൈറ്റ് ലൈൻ, ഒരു നേർരേഖ വരച്ചാൽ അതിന്റെ കോൺ എത്രയാണ്? 180 ഡിഗ്രി. ഓക്കെ, ഇതിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ മേലേക്ക് വീഴും. ഇതാണ് C, അല്ലെ? ആയിക്കോട്ടെ. അപ്പൊ ഇത് ടോട്ടൽ 180. അതിൽ ഈ ഒരു ഭാഗം നമ്മൾ എന്തെടുത്തു? X എന്നെടുത്തു. ആ ഒരു ഭാഗം എന്തെടുത്തു? X എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും? ഈ ഒരു ഭാഗം എന്തായിരിക്കും എന്ന് പറഞ്ഞേ. ഈ ഒരു ഭാഗം എന്തായിരിക്കും? ആകെ 180 അല്ലെ? അതിലൊരു ഭാഗം X കൊണ്ടായാൽ ഇതെന്തായിരിക്കും? 180 കുറക്കണം X. അപ്പൊ നമ്മുടെ ആകെ 180 രൂപ ഉണ്ട്. അപ്പൊ ഒരു 30 രൂപ ഒരാൾ കൊണ്ടായി. ബാക്കി എന്തുണ്ടായിരിക്കും? 180 കുറക്കണം 30 അല്ലെ? 180 ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് എത്ര കൊണ്ടുപോയതെന്ന് അറിയില്ല, അല്ലെ? ഞാൻ ഉദാഹരണം പറഞ്ഞപ്പോ അതിന് 30 നമുക്ക് അറിയാം. പക്ഷെ ഇവിടെ എത്രയും ഉദാഹരണം എത്ര കൊണ്ടുപോയത് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ X എന്ന് എടുത്തു. ആയിക്കോട്ടെ, ഓക്കെ അല്ലേ? അപ്പൊ 180 മൈനസ് X. അപ്പൊ എന്ത് വരും? 180 മൈനസ് X എന്ന് വരും. ഇതുവരെ ക്ലിയർ ആണോ? അപ്പൊ ഇതെന്ത് വരും? 180
മൈനസ് എക്സ്. ഇനി നമുക്കൊരു കാര്യം അറിയാലോ, എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ്, സൈക്ലിക് കോർഡിലേറ്ററിലെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ എത്ര കിട്ടുക? എതിർക്കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടുക എന്ന് ആലോചിച്ചേ. എത്ര കിട്ടുക? ഞാൻ നേരത്തെ പറഞ്ഞു 180 ഡിഗ്രിയാണ് അല്ലെ? 180 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ ഒന്ന് നോക്കിയാലോ, ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ നമുക്ക്. ഇത് 180 ഡിഗ്രി ആണെങ്കിൽ ഏതൊക്കെയാണ് ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ്? ഇതും ഇത് ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ, ആംഗിൾ കോൺ എ ഡി സി പ്ലസ് കോൺ എ ബി സി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 180 ആയിരിക്കില്ലേ? ഏതാ എ ഡി സി? എ ഡി സി, എ ഡി സി ഇത് അല്ലെ? പിന്നെ എ ബി സി ഇത് അല്ലെ? അത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും? 180 ആയിരിക്കും അല്ലെ? എതിർക്കോണുകളുടെ തുക 180. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് 180 ഡിഗ്രി അല്ലെ? ഓക്കെ, ദെൻ ഒന്ന് പറഞ്ഞേ, ഈ എ ഡി സി നമുക്ക് അറിയില്ല, വേണ്ട ആയിക്കോട്ടെ, ഞാൻ അതിനെ അങ്ങനെ തന്നെ എഴുതി. എനിക്കറിയോ? നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് അറിയില്ല, ഇരിക്കോളൂ, എനിക്കറിയില്ല കേട്ടോ, എത്രയും നമുക്കറിയില്ല. ആയിക്കോട്ടെ, എ ബി സി എനിക്കറിയാം, അവിടെ ഉണ്ട്. എത്രയാണ്? 180 മൈനസ് എക്സ് സമം 180 ആണല്ലോ. ഇനി എങ്ങനെ ഇരുന്ന് നമുക്ക് വേണ്ടതാരാ? എനിക്ക് വേണ്ടത് എ ഡി സി ആണ്, ഇത് മതി. ബാക്കി എങ്ങനെ കിട്ടുക? നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അയാൾ അവിടെ നിൽക്കട്ടെ, അയാൾ നമ്മൾ ശല്യം ചെയ്യണ്ട, അയാൾ നമ്മൾ ശല്യം ചെയ്യുകയേ വേണ്ട. ഇപ്പോൾ എ ഡി സി വേണം, ഞാൻ അയാൾ അവിടെ നിർത്തി. അപ്പുറത്ത് 180 ഉണ്ട്, ഞാൻ അയാളീ ശല്യം ചെയ്തില്ല, ഈ 180 ഇവിടെ ഉണ്ട്. പിന്നെ ആരെ ചെയ്യുന്നുണ്ട്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളുടെ ഒപ്പം ആരൊക്കെയാണോ ഉള്ളത് അവരെയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്ലസ് 180 അങ്ങോട്ട് കൊണ്ടുപോയി മൈനസ് 180, ഈ മൈനസ് എക്സ് അങ്ങോട്ട് കൊണ്ടുപോയി, അപ്പൊ എന്തായി? പ്ലസ് എക്സ് എന്ന് കിട്ടി. മനസ്സിലായല്ലോ? നമുക്ക് വേണ്ട ആളെ അവിടെ നിർത്തുക, വേണ്ട ആളെ അവിടെ വെക്കട്ടെ, നമുക്കൊന്നും ചെയ്യണ്ട. നമുക്ക് ശല്യമായിട്ട് ഇയാളെ കിട്ടുന്നതിൽ നമ്മളെ ശല്യം ചെയ്യുന്നത് ഇവർ രണ്ടുപേരുമാണ്. അപ്പൊ ഇവരെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയിട്ട് ആ ശല്യം അങ്ങോട്ട് തീർക്കുക. അപ്പൊ പറഞ്ഞേ, എന്താണ് എ ഡി സി? എന്താ? 180 പോയ 0, ബാക്കി ഇവിടെ എന്താ? എക്സ്. അപ്പൊ എന്ത് കിട്ടി? എക്സ് എന്ന് കിട്ടിയില്ലേ? അപ്പൊ നമ്മുടെ പ്രൂഫ് ശരിയല്ലേ? നമ്മൾ പറഞ്ഞ ചോദ്യം കറക്റ്റല്ലേ? അപ്പൊ എന്ത്? ഹെൻസ് പ്രൂവ്ഡ്. ഹെൻസ് പ്രൂവ്ഡ്. ഇംഗ്ലീഷുകാർ ഇങ്ങനെ എഴുതിയേക്കാം, മലയാളക്കാരാണെങ്കിൽ ശരിക്കും മുഴുവനായിട്ടാണ് വലിയ എഴുതാൻ വേണ്ട ചോദ്യം. എന്താ എഴുതണ്ടേ? ഒരു മൂലയിലെ പുറം കോണിന്റെ തുക എതിർ മൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് എഴുതിയേക്കണം. ഇംഗ്ലീഷുകാർ ഈസിയാണ്. ഹെൻസ് പ്രൂവ്ഡ് ഈസി ആയിട്ട് എഴുതി വെക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് എക്സ് എടുത്ത് തുടങ്ങി, നമുക്ക് ഇവിടെയും എക്സ് കിട്ടി. പ്രശ്നം തീർന്നില്ലേ? ഇത്രയല്ലേ ഉള്ളൂ. നിസ്സാര പരിപാടിയാണ്, 4-5 സ്റ്റെപ്പേ ഉള്ളൂ. ഒന്ന് ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു പ്രൂഫാണ്. ഓക്കെ, ഇനി അടുത്തെന്താ? ഇനി അവിടെ ഒരു ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് ഞാൻ പറയാൻ പോകുന്ന അവസാനത്തെ കോൺസെപ്റ്റ് ആണ് ഐഡിയ, അല്ലെങ്കിൽ ഒരു ആശയം. പഠിക്കേണ്ട ഒരു കാര്യം ഞാൻ ലാസ്റ്റത്തെ ഒരു കാര്യമാണ് ഇത് പറയുന്നത്. ഇനിയൊന്നും ഇവിടെ ഞാൻ എക്സ്ട്രാ പറയില്ല, ചോദ്യങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അവസാനത്തെ ആശയത്തിലേക്ക് നമ്മൾ എത്തുക. എന്താണ്? നമ്മളിലൊരു സർക്കിൾ ഉണ്ട്, ഒരു വൃത്തം ഉണ്ട് വിചാരിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ വൃത്തം വേണമെന്നുള്ളൊരു പകുതി, സെമി സർക്കിൾ, അർദ്ധവൃത്തം ഉണ്ട് വിചാരിച്ചത്. ഓക്കെ, ഇത് അതിന്റെ സെന്റർ ആണ്, ഇവിടെ അതിന്റെ സെന്റർ ഉണ്ട്. ഓക്കെ, ഇതിപ്പോ എന്താവും? ഇപ്പൊ ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? അല്ലെങ്കിൽ ഇങ്ങനെ വരച്ച് എന്താ വിളിക്കുക? ഇതാണ് ഇതിന്റെ സെന്റർ അല്ലേ? അപ്പൊ സെന്ററിലൂടെ കടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പോകണ ലൈൻ നമ്മൾ എന്ത് വിളിക്കും? ഡയമീറ്റർ അല്ലെ വ്യാസം എന്ന് വിളിക്കും. ഓക്കെ, ഒരു സർക്കിൾ അല്ലെങ്കിൽ സെമി സർക്കിൾ, വൃത്തം അല്ലെങ്കിൽ അർദ്ധവൃത്തം, എന്തോ ആയിക്കോട്ടെ, രണ്ടിലെന്തോ ആയിക്കോട്ടെ, പ്രശ്നമൊന്നും ഇല്ല. ഇതിന്റെ രണ്ടിന്റെയും ഡയമീറ്റേഴ്സ് ഉണ്ടല്ലോ, ഡയമീറ്റേഴ്സിന്റെ എൻഡിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ചു. ഇനി ഇവിടെ ആണെങ്കിൽ ഇങ്ങനെയാവാട്ടോ, ഡയമീറ്ററിന്റെ എൻഡിൽ നിന്ന് സർക്കിളിലേക്ക് ഇങ്ങനെ വരച്ചൊരു ആംഗിൾ കിട്ടിയാൽ അത് എത്രയായിരിക്കും? അത് 90 ഡിഗ്രി ആയിരിക്കും. ഡയമീറ്ററിന്റെ എൻഡ്സിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ചാൽ, അത് സെമി സർക്കിൾ ആയിക്കോട്ടെ, ഫുൾ സർക്കിൾ ആയിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ശരി, അതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറേ എന്നിട്ട് ഒരു ചോദ്യം വരുമല്ലോ, സാറേ എന്താ സാറേ അങ്ങനെയാണെങ്കിൽ സാറേ ഇത് പുറത്തോ അകത്തോ ആണെങ്കിൽ എന്താ ഉണ്ടാവുക? അല്ലെ, അങ്ങനെയാണെങ്കിൽ എന്താ ഉണ്ടാവുക? പുറത്തോ അകത്തോ ആണെങ്കിലോ? അല്ലെ, ഇതിപ്പോ വൃത്തത്തിൽ തന്നെ തട്ടണം, സർക്കിളിൽ തന്നെ തട്ടണമെന്നുണ്ടോ? ഇങ്ങനെ ആയിക്കൂടെ? ആവാലോ അല്ലെ, ഇങ്ങനെയും ആവാലോ. അപ്പൊ ഒന്ന് പറഞ്ഞേ, അതെങ്ങനെയായിരിക്കും? ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. അത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല, പക്ഷെ കൃത്യമായി അതിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ മുകളിലുള്ളത് എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും.
എന്തായിരിക്കും? ഈ മുകളിലുള്ള ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കുറവ്. 90 താഴെ നിങ്ങൾ എന്താ എഴുതിച്ചോളി. അങ്ങനെ ഉത്തരം. ഓക്കെ. ഇനി ഇവിടെ 90-നേക്കാൾ കൂടുതൽ അകത്താണെങ്കിൽ അതെന്തായിരിക്കും? 90-നേക്കാൾ കൂടുതലുമായിരിക്കും. ഓക്കെ. ഈ അകത്തെയും പുറത്തെയും ചോദ്യം വരികയാണെങ്കിൽ ഉറപ്പായിട്ട് എന്തുണ്ടായിരിക്കും? ഓപ്ഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ടെൻഷൻ എടുക്കേണ്ട. ഇതാണ് അതിലെ അവസാനത്തെ കൺസെപ്റ്റ്. അപ്പോ ഇത് വെച്ചിട്ട് ഉൾപ്പെടെയുള്ള ഇനി കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ചോദ്യങ്ങൾ കൂടി നമ്മുടെ എന്തിലുണ്ട്? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മള് അതിലേക്ക് കൂടി പോവാം. ഏത്? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. If a circle drawn to pass through points P, Q, R in the picture, the point S should be. മലയാളത്തിൽ പറഞ്ഞാൽ പിയിലൂടെയും ക്യൂവിലൂടെയും ആറിലൂടെയും കടന്നു പോകുന്ന വിധം ഒരു വൃത്തം വരച്ചാൽ, പി ക്യു ആറിൽ കടന്നു പോകുന്ന വിധം ഒരു വൃത്തം വരച്ചാൽ എസിന്റെ സ്ഥാനം എന്താണ്? എസ് നിലയിൽ മോളുടെ പോയിന്റ് സ്ഥാനം എന്താണ്? ഓക്കെ. ഇത് ബേസിക് ആയിട്ട് സർക്കിൾസ് എന്ന പാഠത്തില്, സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്നുള്ള പാഠത്തില് ബേസിക് ആയ കാര്യമാണ്. എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നിസ്സാരമാണ്. ഇത് 4 സൈഡുകൾ ഉണ്ടല്ലോ. 4 സൈഡുകൾ ഉണ്ടെങ്കിൽ അതിനെന്ത് വിളിക്കും? ചതുർഭുജം എന്ന് മലയാളത്തിൽ വിളിക്കും. ഇംഗ്ലീഷില് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കും, അല്ലെ? ഒരു ക്വാഡ്രിലാറ്ററിന്റെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ടോട്ടൽ ആംഗിൾ ആകെ കോൺ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 360. 4 വശമുണ്ടെങ്കിൽ ടോട്ടൽ എത്രയാണ്? 360. അതിലിവിടെ 100 ഉണ്ട്, 95 ഉണ്ട്, 195 ആയി. വീണ്ടും ഒരു 85 ഉണ്ട്, അപ്പൊ 280 ആയി. 360-ല് 280 കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 80. അപ്പൊ ഈ പോയിന്റ്, ഈ ആംഗിൾ എത്രയാണ്? 80. ഈ കോണ് 80 ആണ്. 80 ആണെങ്കിൽ എന്താ? ഇവിടെ നമ്മൾ കണക്റ്റഡ് ആയിട്ട് പഠിച്ച കാര്യം എന്തായിരുന്നു? ഓർമ്മ ഉണ്ടോ? ഒരു വൃത്തം അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തം പകുതി, സെമി സർക്കിൾ, സർക്കിളോ സെമി സർക്കിൾ. ഓക്കെ. അതിന്റെ ഡയമീറ്ററിന്റെ എൻഡിൽ നിന്ന്, ഡയമീറ്റർ അഥവാ വ്യാസങ്ങളുടെ അറ്റങ്ങളിൽ നിന്ന് വൃത്തത്തിലേക്ക് ഓൺലി സർക്കിൾ, ഓക്കെ, വൃത്തത്തിലേക്കൊരു ലെൻസ്, 2 ലെൻസിന് വരച്ച് കൂട്ടി വെച്ചാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ്? ഒരു സെമി സർക്കിളിന്റെ ഡയമീറ്ററിന്റെ എൻഡിൽ നിന്ന്, 2 എൻഡ്സിൽ നിന്നും സർക്കിളിന്റെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. വ്യാസത്തിന്റെ അറ്റങ്ങളിൽ നിന്നും വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് വരച്ചാൽ, ഓരോ വരകൾ വീതം വരച്ചാൽ അവിടെ ഉണ്ടാവുന്ന ആ കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ അറ്റത്തിൽ നിന്ന് ഇങ്ങനെയും ആവാം, അല്ലെങ്കിൽ ഇങ്ങനെയും ആവാം. 2 സാധ്യതകൾ കൂടിയിട്ടല്ലോ. വൃത്തത്തിലാവാം എന്നുള്ളത് പോലെ തന്നെ വൃത്തത്തിൽ ഇവിടെ ആവാലോ, അല്ലെങ്കിൽ വൃത്തത്തിന്റെ പുറത്തു ആവാം. വൃത്തത്തിന്റെ അകത്താണെങ്കിൽ അത് 90-നേക്കാൾ കൂടുതലാണെന്നും മറ്റേത് 90-നേക്കാൾ കുറവാണെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വൃത്തത്തിന്റെ പുറത്താണെങ്കിൽ ആ ആംഗിൾ എത്രയായിരിക്കും? 90-നേക്കാൾ കുറവ്. ഇപ്പൊ നമ്മളോട് എന്താ പറയുന്നത്? ഈ 3 പോയിന്റ് കൂടെ കടന്നു പോകും വിധം ഒരു വൃത്തമുണ്ടെങ്കിൽ, അല്ലെ? ആ വൃത്തം എവിടെയായിരിക്കും? ആ വൃത്തത്തിൽ ഈ പോയിന്റിന്റെ സ്ഥാനം എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. 90 കുറവായതുകൊണ്ട്, 80 എന്ന് പറയുന്നത് എന്താണ്? 90-നേക്കാൾ കുറവായതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം എസ് എന്നുള്ള പോയിന്റ് എവിടെയായിരിക്കും? വൃത്തത്തിന്റെ പുറത്ത്. ഓപ്ഷൻസ് ഉണ്ട്. ഔട്ട്സൈഡ് സർക്കിൾ, ഇൻസൈഡ് സർക്കിൾ, ഓൺ ദി സർക്കിൾ can be decided from the given facts. കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്തൊക്കെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പുറത്ത്, അകത്ത്, വൃത്തത്തിൽ. ഈ തന്ന കാര്യങ്ങൾ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയില്ല. 4 ഓപ്ഷൻസ് ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അതിനിവിടെ സഹായിക്കുന്നത് ഈ പോയിന്റ് ആണ്. ഓക്കെ. ഇതുപോലെ ഇവിടെ ചോദ്യങ്ങൾക്ക് സാധ്യത അതൊക്കെ നമ്മൾ മാറ്ററോളിൽ വരും കേട്ടോ. മാറ്റർ ക്ലാസ്സിൽ അതൊക്കെയാണ് വരാൻ പോകുന്നത്. ഓരോന്നും വെച്ചിട്ടുള്ള കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും മാക്സിമം. ഓക്കെ. ഇനി അടുത്തത് 21 ആണ്. 21 നോക്കാം. 21 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, എയും ബിയും. ഓക്കെ. പ്രസ്താവന എന്നൊക്കെ മലയാളത്തിൽ പറയാം. 2 സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇൻ എനി സർക്കിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ ആർക്ക് അറ്റ് എ പോയിന്റ് ഓൺ ദ ഓപ്പോസിറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ സെൻട്രൽ ആർക്ക്. മലയാളത്തിൽ എന്താ പറഞ്ഞത്? ഒരു സർക്കിളിലെ കേന്ദ്ര കോണിന്റെ പകുതിയാണ് മറുചാപത്തിലെ കോൺ. എങ്ങനെയാണ്? ഒരു വൃത്തത്തിലെ ഒരു ചാപം, ഇങ്ങനെ ചാപം ഉണ്ട്. ഇതൊരു ചാപം, ഇത് മറുചാപം. ഓക്കെ. ആർക്കും അനദർ ആർക്കും. ഓക്കെ. ഓപ്പോസിറ്റ് ആർക്കിനെ കൊടുക്കാം. ഈ ആർക്കിന്റെ എൻഡിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സെൻട്രൽ ആംഗിൾ, കേന്ദ്ര കോൺ, അതിന്റെ പകുതിയായിരിക്കും ഓപ്പോസിറ്റ് ആർക്കിൽ ഉണ്ടാവുന്ന
മറുചാപത്തിൽ ഉണ്ടാവുന്ന കോൺ. അത് നമുക്കറിയാമല്ലോ, നമുക്കറിയാവുന്ന കാര്യമില്ല. ഇവിടെ 100 വന്നാൽ അവിടെ എന്ത് വരും? 50 വരും. ബേസിക് ആണല്ലോ. അപ്പൊ നമുക്ക് പറയാം സ്റ്റേറ്റ്മെന്റ് എ എന്ന് പറയുന്നത് എന്താണ്? ശരിയാണ്. അത് മനസ്സിലായില്ലേ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് തന്നത് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കലാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലായി സ്റ്റേറ്റ്മെന്റ് എ ശരിയാണ്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ബി നോക്കാം. സ്റ്റേറ്റ്മെന്റ് ബി ഈ പാഠത്തിൽ നിന്നോ ഒന്നുമല്ല, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മുൻകാലത്തെ ഒരു വിവരമാണ്. ഇവിടെ അത് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഉണ്ടായിരിക്കാം. ഓക്കെ, ഉണ്ടാവാതിരിക്കാം. എന്തായാലും ഇപ്പൊ ജോബിൽ നമുക്ക് ഈ പാഠത്തിൽ അത് വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാര്യം എന്താ? സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്നു, ഇൻ എനി ട്രയാങ്കിൾ ദ ഔട്ടർ ആംഗിൾ അറ്റ് എ വെർട്ടെക്സ് ഈസ് ദ സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് അറ്റ് ദി അതർ ടു വെർട്ടീസസ്. എന്താ പറഞ്ഞേ? മലയാളത്തിൽ എന്താ പറഞ്ഞേ? ഒരു ത്രികോണത്തിൽ ഒരു മൂലയുടെ ഔട്ടർ ആംഗിൾ, ഒരു മൂലയുടെ പുറം കോൺ എന്ന് പറയുന്നത് എതിർമൂലകളിലുള്ള അകക്കോണുകളുടെ തുകയ്ക്ക് തുല്യമാണ്. ഒന്നുകൂടി കുറച്ച് കൺഫ്യൂഷൻ അല്ലേ? ഒരു ട്രയാങ്കിൾ, അതിന് 3 വെർട്ടീസസ്, 3 മൂലകളുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒരു മൂല, ഏതെങ്കിലും അതിന്റെ പുറം കോൺ എടുക്കുക. ഇതാണല്ലോ അതിന്റെ പുറം കോണ്, ഔട്ടർ ആംഗിൾ ആണല്ലോ. ഓക്കെ, അത് എന്ന് പറയുന്നത്, ഇത് എത്രയോ ആയിക്കോട്ടെ എന്ന് പറയുന്നത് എതിർവശം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും അല്ലേ? എതിർവശത്തുള്ള ഇന്നർ ആംഗിൾ, അകക്കോൺ, ഉള്ളിലെ കോണുകൾക്ക് തുല്യമാണ്. അകക്കോണുകളുടെ തുകയ്ക്ക് തുല്യമാണ്. നമുക്കൊന്ന് നോക്കി നോക്കല്ലേ നടക്കുമെന്ന്. ഇപ്പൊ ജസ്റ്റ് റാൻഡമായിട്ട് നമുക്കൊരു വാല്യൂസ് എടുക്കാം. ഇപ്പൊ ഞാൻ എന്തെങ്കിലും എടുക്കുന്നു, 40, 60, 40, 60, 100 കിട്ടും. പിന്നെ ഇവിടെ എത്ര വരും? 80. ഓക്കെ, ഇങ്ങനെയല്ലേ വരിക? 40, 60, 80 ഏത് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. റാൻഡമായിട്ട് നമുക്ക് നോക്കാം. ഇത് 80 ആണെങ്കിൽ ഒന്ന് ആലോചിച്ചേ, ഇത് എത്രയായിരിക്കും? ഇത് മൊത്തത്തിൽ ഒരൊറ്റ ആംഗിൾ ആയിട്ട് കണക്കാക്കിയാൽ ഇത് എത്രയായിരിക്കും? ഒരു വര വരച്ചു, അതിന്റെ മൊത്തം ആംഗിൾ, ലൈനിന്റെ ആംഗിൾ എത്രയാണ്? 180 ആണല്ലോ. അതിലൊരു ഭാഗം കൊണ്ടുപോയി, 80 കൊണ്ടുപോയി. അപ്പൊ ഇത് എത്രയായിരിക്കും? 100. അപ്പൊ ഇത് എത്രയായിരിക്കും? 100. ഇത് എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും തുകയ്ക്ക് തുല്യമാണ്. ശരിയാണോ? ഇവരുടെ രണ്ടുപേരുടെയും തുകയ്ക്ക് തുല്യമല്ലേ? 60, 40 കൂട്ടിയാൽ എത്രയാണ്? അപ്പൊ അത് 100 ആയില്ലേ? ഇനി വേറെ, ഇതിപ്പോ സാറിന് തോന്നിയത് എടുക്കാം. ഇനി എക്സും വൈ ഒക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് എഴുതുന്ന ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകത്ത്. ഇവിടെ 50 എടുക്കുന്നു, ഇവിടെ 80 എടുക്കുന്നു. 80ഉം 50ഉം 130. ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 50 ഉണ്ടാവും. ഞാൻ ഇവിടെ തന്നെ എടുക്കുന്നു. അപ്പൊ ഇതെത്ര? ഒരു വര ആകെ 180, 50 പോയാൽ ഇത് 130. ഈ 130 എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്നതാണ് ആണല്ലോ. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ബി പറഞ്ഞത്. അപ്പൊ നമുക്ക് മനസ്സിലായി സ്റ്റേറ്റ്മെന്റ് ബിയും ശരിയാണ്. ആദ്യം ഉറപ്പിക്കേണ്ട കാര്യം തീർന്നു. സ്റ്റേറ്റ്മെന്റ് എയും ശരി, സ്റ്റേറ്റ്മെന്റ് ബിയും ശരി. ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ശരി, മറ്റേ തെറ്റ്, ചിലപ്പോൾ 2 തെറ്റ്, എന്തോ ആയിക്കോട്ടെ. ഇനി നമ്മളോട് ചോദിച്ചിട്ട് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഇതാ നോക്കിക്കേ. എന്താണ്? എ ഈസ് ട്രൂ, ബി ഈസ് ഫാൾസ്. ഒന്നാമത്തെ ഓപ്ഷൻ എ ഈസ് ട്രൂ, ബി ഈസ് ഫാൾസ്. എ ശരിയും ബി തെറ്റും. ആ ഓപ്ഷൻ ശരിയാണോ? അല്ല. കാരണം എന്താ? എയും ശരിയാണ്, ബിയും ശരിയാണ്, അതല്ലേ ശരി. അപ്പൊ ഇവിടെ ബി ഫാൾസ് ആണെന്ന് പറഞ്ഞാൽ തെറ്റായില്ലേ? അപ്പൊ ആ ഓപ്ഷൻ അല്ല. രണ്ടാമത്തതും ശരിയല്ല. എന്താ? എ ഈസ് ഫാൾസ്, ബി ഈസ് ട്രൂ എന്നാണ്. അത് ശരിയാവോ? അതും ശരിയാവില്ല. കാരണം എന്താ? എയും ശരിയാണ്, ബിയും ശരിയാണ്. അപ്പൊ ഇവിടെ എഴുതിയത് തെറ്റല്ലേ? തെറ്റാണ്. അപ്പൊ അതും രണ്ടാമത്തെ ഓപ്ഷനും ഇല്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, ബോത്ത് ആർ ട്രൂ. അത് നമുക്ക് ബോത്ത് ആർ ട്രൂ. രണ്ടും ശരിയാണല്ലോ, രണ്ടും ശരിയാണ്. പക്ഷെ അതിന്റെ തുടർച്ച വായിക്കണം. ആൻഡ് ബി ഈസ് ദ റീസൺ ഫോർ എ. എ സംഭവിക്കാനുള്ള കാരണം ബി ആണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? നോക്കിക്കേ, രണ്ട് ശരിയാണെന്നുള്ള ഭാഗം ശരിയാ. പക്ഷെ ശ്രദ്ധിക്കണം, എ ഈ കാര്യം സംഭവിക്കുന്നതിന് കാരണം ഇതാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് ഇതാണ്, അങ്ങനെ പറയാൻ പറ്റൂ. ഇതും അതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. അപ്പൊ ആ ഓപ്ഷൻ ശരിയാണോ? ഓപ്ഷൻ സിയും ശരിയല്ല. അപ്പൊ ചാടി കയറി എഴുതരുത്. ബോത്ത് ആർ ട്രൂ എന്ന് കാണുമ്പോൾ ഇടാൻ തോന്നും. പക്ഷെ കണ്ടിന്യൂഷൻ ശ്രദ്ധിക്കണം. ബി ആണ് എക്ക് കാരണം എന്നാ പറഞ്ഞത്. അങ്ങനെ ഉണ്ടോ? എ ഇങ്ങനെ ആവാൻ പകുതി സെൻട്രൽ ആംഗിളിന്റെ പകുതി, അല്ലെ കേന്ദ്രീകോണിന്റെ പകുതി ആവാൻ ഇതെന്തെങ്കിലും റോൾ വഹിക്കുന്നുണ്ടോ? യാതൊരു റോളും ഇല്ല കേട്ടോ. അതിനെ കുറിച്ച് നമ്മൾ നോക്കുകയേ വേണ്ട, റോളില്ല. അപ്പൊ ആ ഓപ്ഷനും തെറ്റാണ്. നാലാമത്തെ ഓപ്ഷൻ എന്താ? ബോത്ത് ആർ ട്രൂ. രണ്ടും ശരിയാണ്. അതും ശരിയല്ലേ? നമുക്ക് വേണ്ട, രണ്ടും ശരിയാണ്. ബട്ട്
സോറി ആൻഡ് ബി ഈസ് നോട്ട് ദ റീസൺ ഫോർ എ. അതാണ് കറക്റ്റ്. രണ്ടും ശരിയാണ്, പക്ഷെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റീസൺ ഇത് സംഭവിക്കാനുള്ള കാരണം ഇതല്ല, അല്ലല്ലോ, അല്ല, അത്രയേ ഉള്ളൂ. അപ്പൊ അതാണ് ശരി ഉത്തരം. ഇത്രയേ പരിപാടിയുള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യം സ്റ്റേറ്റ്മെന്റ് വായിക്കുക, ശ്രദ്ധിച്ചു വായിക്കുക, ശരിയാണോ തെറ്റാണോ തീരുമാനിക്കുക, എന്നിട്ട് ഓപ്ഷൻസിലേക്ക് പോവുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്തത് എന്താ 23 ബി, സോറി എ. 23 എ എന്താണ്? ഇൻ ദ പിക്ചർ എ റെഗുലർ പെന്റഗൺ ഈസ് ഡ്രോൺ വിത്ത് വെർട്ടീസസ് ഓൺ ദി സർക്കിൾ. എന്താണ് ഈ ചിത്രത്തിൽ ഒരു റെഗുലർ പെന്റഗൺ? എന്താ റെഗുലർ പെന്റഗൺ മലയാളം? സമപഞ്ചഭുജം എന്ന് വെച്ചാൽ എന്താ? 5 വശങ്ങളിലാണ് പഞ്ചഭുജം അഥവാ പെന്റഗൺ എന്ന് വിളിക്കുക. റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞാൽ സമപഞ്ചഭുജം അഥവാ ഈ 5 വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ കാര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അവിടെ ഉണ്ട്. കാൽക്കുലേറ്റ് ദി ആംഗിൾ മാർക്ക് ഇൻ ദി പിക്ചർ. ആ പിക്ചറിൽ കൊടുത്തിട്ടുള്ള ആംഗിൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ആ കോൺ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള കോൺ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, ഞാൻ ആ ഇമേജ് ഇവിടെ ഒന്ന് വരയ്ക്കുന്നു. ഇങ്ങനെയാണല്ലോ ചിത്രം കൊടുക്കുന്നത് അല്ലെ? ഇതിൽ ഏതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ ആംഗിൾ, ഈ കോണാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കല്ലേ, ഇവിടെ പ്രത്യേകിച്ച് അക്ഷരങ്ങളൊന്നും കൊടുത്തിട്ടില്ല, പേരൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാൻ ഇവിടെ ഈ പഞ്ചഭുജത്തിന് പെന്റഗണ് ABCDE എന്ന് കൊടുക്കുന്നു. ഓക്കെ, പറയാനുള്ള സുഖത്തിന് പഞ്ചഭുജത്തെ ഞാൻ ഇങ്ങനെ വിളിക്കുന്നു, പെന്റഗൺ ഇങ്ങനെ വിളിക്കുന്നു, റെഗുലർ പെന്റഗൺ അല്ലെ? ഇത് ഞാൻ F ആയിട്ട് വിളിക്കുന്നു. ഓക്കെ, ജസ്റ്റ് എന്ത് വേണേ എടുക്കാം, നമ്മുടെ ഇഷ്ടം. എന്നിട്ട് നമ്മളോട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 23 A ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ AFB. ഇത് എന്താണ് അല്ലെ? അതെന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാലോചിച്ചേ. ഇത് കണ്ടുപിടിക്കാൻ ഒന്ന് നന്നായി ശ്രദ്ധിക്കണം. കുറച്ചധികം പരിപാടികളുണ്ട്, ഉണ്ടല്ലോ, ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ. ഒന്നാമത്തെ കാര്യം, സമപഞ്ചഭുജത്തിന്റെ ആകെ കോൺ അഥവാ ടോട്ടൽ ആംഗിൾ ഓഫ് എ റെഗുലർ പെന്റഗൺ എത്രയാണ്? ഒരു റെഗുലർ പെന്റഗന്റെ ആദ്യം നമുക്ക് അറിഞ്ഞിരിക്കണം ആകെ കോണളവ്. ഒരു സമപഞ്ചഭുജത്തിന്റെ ആകെ കോണളവ് ഒരു ഏത് വശമായിക്കോട്ടെ, മീൻസ് എത്ര വശങ്ങളോ ഉള്ള രൂപമായിക്കോട്ടെ, വശങ്ങളുടെ എണ്ണം നമ്മുടെ വിഷയം എത്ര ആയിക്കോട്ടെ, അതിന്റെ ആകെ കോണളവ് എങ്ങനെ കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഒരു സമവാക്യമുണ്ട്. n-2 into 180. എന്താണ്? n-2 into 180 ആകെ കോണളവ്. നിങ്ങൾക്ക് 6 വശമുള്ളതിന്റെ 100 വശമുള്ളതിന്റെ 100 വശങ്ങളില്ലാന്റെ ഒരു രൂപം ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെന്താ വിളിക്കാൻ നിൽക്കാറില്ല. 100 വശങ്ങളുണ്ട്, 100 സൈഡ്സ് ഉണ്ട്. സൈഡ് അതിന്റെ ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണിത്. എന്താ അതിന് n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സൈഡ്സ്. എന്താണ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്. അപ്പൊ ഞാൻ അവിടെ ചെയ്യാണ്. നമ്മുടെ ഇവിടെ എത്ര സൈഡ്സ് ഉണ്ട്? വശങ്ങളുടെ എണ്ണം. n എന്ന് പറഞ്ഞാൽ വശങ്ങളുടെ എണ്ണം. നമ്മുടെ എത്ര ഉണ്ട്? 5. അപ്പൊ 5 - 2 into 180 അഥവാ 5 2 പോയാൽ 3 into 180 540. അപ്പൊ നമുക്ക് അറിയാമെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് പ്രശ്നമില്ല. ഇത് എന്തിനു കണ്ടുപിടിച്ചു അല്ലെങ്കിൽ അത്ര വിശദമായിട്ട് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്ക് ആവശ്യം ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ സമപഞ്ചഭുജം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അല്ലെ? സമപഞ്ചഭുജം റെഗുലർ പെന്റഗൺ, അതിന്റെ ഓരോ ആംഗിളും എത്രയെന്ന് അറിയാം. അതാണ് ആവശ്യം. ഒന്ന് ആലോചിച്ച്, സമപഞ്ചഭുജം അഥവാ റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ കോണുകളും തുല്യാവുമല്ലോ. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ വശങ്ങൾ മാത്രമാണ് തുല്യാവുക. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ല, സൈഡ്സിനൊപ്പം ആംഗിൾസ് സെയിം ആവും അല്ലെ? വശങ്ങളും കോണുകളും തുല്യമായിരിക്കും. അപ്പൊ എന്റെ ആവശ്യം ഇതെത്രയെന്ന് അറിയാം. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടി, അത് കാണാതെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴി പറഞ്ഞ് ആദ്യം നമ്മൾ ആകെ എത്ര ഉണ്ട് നോക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ 5 എണ്ണം കൂടി കൂട്ടിയാൽ 540 ഉണ്ട്. 5 എണ്ണം കൂടി കൂട്ടിയാൽ 540 ആണെങ്കിൽ ഒരു കോൺ, എന്റെ ആവശ്യം എന്താ? ഏതെങ്കിലും ഒരു കോൺ കിട്ടിയാൽ 1 ആംഗിൾ, എനി 1 ആംഗിൾ. ഓക്കെ, ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ എങ്ങനെ കണ്ടുപിടിക്കുക? 540 ഹരിക്കണം 5. 5 എണ്ണം കൂട്ടിയാൽ 540 ആണെങ്കിൽ ഒരെണ്ണം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? 540 ഹരിക്കണം 5 108 ഡിഗ്രി. അപ്പൊ എന്ത് കിട്ടി? ഇതാണ് നമുക്ക് ആവശ്യം. നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ ഒരു റെഗുലർ പെന്റഗന്റെ സമപഞ്ചഭുജത്തിന്റെ ഒരു കോൺ 108 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇത് മാത്രം എഴുതി വെച്ചാൽ മതി. ഇതെഴുതാമെന്ന് നിർബന്ധമേ ഇല്ല. ഓക്കെ,
ഞാൻ ഇത് കണ്ടുപിടിക്കാൻ ഇത് അറിയാത്തവർക്ക് കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു എന്ന് മാത്രം. ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? ഞാൻ മാറ്റാൻ പോവാണേ. ഓക്കെ, അതിന് മുമ്പായിട്ട് അവിടെ എഴുതിയേക്കാം. ഇത് 108 ആണല്ലോ. ഇത് 108, ഇതും 108, ഇതും 108 അല്ലെ? ഈ രണ്ടെണ്ണം ഞാൻ എഴുതുന്നില്ല, മൂന്നെണ്ണം ഞാൻ എഴുതുന്നില്ല. എന്താ കാര്യം ഞാൻ പറയാം. എല്ലാം 108 കേട്ടോ. ഇത് 108 ഞാൻ എഴുതി അല്ലെ? ഓക്കെ, മാറിക്കണം, എന്തായാലും വേണ്ട. ഇതൊക്കെ തന്നെയാണ് 108. ക്ലിയർ ആണല്ലോ? അവിടെ കട്ടെ. അപ്പൊ നമുക്ക് കിട്ടി 108. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയ സ്റ്റെപ്സ്. ശ്രദ്ധിച്ച് കണ്ടോളൂ. നമ്മള് ഇനി ചെയ്യുന്നത് ജോയിൻ AD ആൻഡ് BD. ഓക്കെ, എന്താണ്? ADയും BDയും, സോറി ബിയും അല്ല, BDയും യോജിപ്പിക്കുക. BDയും യോജിപ്പിക്കുക. ക്ലിയർ ആണല്ലോ? എവിടെ AD? ഇവിടെ നിന്ന് ഇങ്ങോട്ട്, BD ഇവിടെ നിന്ന് ഇങ്ങോട്ട്. ഇത് യോജിപ്പിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഇത് എഴുതണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, എന്നാ തുടങ്ങിപ്പോ. നമ്മൾ യോജിപ്പിക്കുന്നതാവുമ്പോൾ, അതായത് നമ്മൾ കൂട്ടിച്ചേർക്കുന്നതാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് വരയ്ക്കാൻ ഏറ്റവും നല്ലത്. ഓക്കെ, നീട്ടി വരച്ചാൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അത് കിട്ടി. മനസ്സിലായോ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ 108 ഡിഗ്രി ആയിരുന്നു ഈ കോൺ അല്ലെ? ആ കോൺ എത്രയായിരുന്നു? 108 ഡിഗ്രി ആയിരുന്നു അല്ലെ? ആയിരുന്നല്ലോ. അതിനെ നമ്മൾ 3 കഷ്ണമാക്കി. അതിനെ നമ്മൾ എന്ത് ചെയ്തു? 3 കഷ്ണമാക്കി. എങ്ങനെയൊക്കെ? ഇതാ ഇവിടെ ചെറിയൊരു കഷ്ണം അല്ലെ, അതിന്റെ നടുവിൽ ചെറുത്, ഇപ്പുറത്തും ഒരു ചെറുത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആ 108ന്റെ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഈസി എളുപ്പ പരിപാടി ഉണ്ട്. പക്ഷെ എളുപ്പ പരിപാടി അല്ല, നമുക്ക് സ്റ്റെപ്പ് വേണം, കാരണം വേണം. കാരണം ഇല്ലാതെ എഴുതി വെക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 3 ഇത് മൊത്തത്തിൽ 108. പക്ഷെ നമുക്ക് അതിന് ഓരോന്നും അറിയണം. എങ്ങനെ കണ്ടുപിടിക്കാം? കൃത്യം സ്റ്റെപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ആദ്യം നമ്മൾ എടുക്കേണ്ടത് ത്രികോണം AED ആണ്. ഏതാണ്? ത്രികോണം, ട്രയാങ്കിൾ AED. ഈ ഒരു ട്രയാങ്കിൾ. ഓക്കെ, ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും സിമ്പിളായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? AE സമം ED. AE സമം ED. ഏതൊക്കെ? AE സമം ED. അതെന്തുകൊണ്ടാ? എന്ത് കാരണവശാലും ഞാൻ എഴുതുന്നതിന് കാരണം വേണ്ടേ? ഇത് സൈഡ്സ് ഓഫ്, എന്താണ്? രണ്ടും സൈഡ്സ് ഓഫ് റെഗുലർ പെന്റഗൺ, സമ പഞ്ചഭുജത്തിന്റെ വശങ്ങൾ. സമപഞ്ചഭുജത്തിന്റെ വശങ്ങൾ എന്തായിരിക്കും? സമപഞ്ചഭുജത്തിന്റെ വശങ്ങൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം AE സമം ED. അങ്ങനെയാണെങ്കിൽ രണ്ട് വശങ്ങൾ തുല്യമാണെന്ന് കിട്ടിയില്ലേ? അങ്ങനെയുള്ള ത്രികോണത്തെ, രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണത്തെ നമുക്ക് എന്ത് പറയാം? ആയതുകൊണ്ട് ത്രികോണം AED ഒരു എന്താണ്? രണ്ട് വശങ്ങൾ തുല്യമായാൽ സമപാർശ്വ ത്രികോണമാണ്. എന്താണ്? ട്രയാങ്കിൾ AED ഈസ് എ ഐസോസിലസ് ട്രയാങ്കിൾ ആണല്ലോ. ഐസോസിലസ് ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണമാണ്. ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും അല്ലെ? അപ്പൊ ഒന്ന് നോക്കിക്കേ, ഈ വശം, ഈ ഒരു സൈഡ് കണ്ടില്ലേ? ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ അല്ലേ ഈ ചെറുത്? ആണല്ലോ അല്ലെ? ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാ? ഇങ്ങനെ നേരെ ഈ ചെറുത് അല്ലെ? ഇങ്ങനെ ഈ ചെറുത് അല്ലെ? അപ്പൊ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഫോർ ആംഗിൾ, ഇതിന്റെ പേരെന്താ? EAD. EAD ആണല്ലോ. സമം ആംഗിൾ EDA. EDA രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ അല്ലേ? ആണല്ലോ. അപ്പൊ അത് എത്രയായിരിക്കും? ഇവിടെ നമുക്ക് വേണമെങ്കിൽ എളുപ്പം പണി നടക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈക്വൽ ടു, അത് എത്രയായിരിക്കും നമുക്ക് ഇവിടെ ചെയ്യാം. ഇപ്പൊ കണ്ടുപിടിക്കാം. ഈ ഒരു ആംഗിൾ 108 ഡിഗ്രി അല്ലേ? ആംഗിൾ E അഥവാ ആംഗിൾ AED എത്രയാണ്? 108 ഡിഗ്രി ആണല്ലോ. 108 ഡിഗ്രി ആണല്ലോ അല്ലേ? ആണല്ലോ. ഇത് 108 ആണെങ്കിൽ ഇവിടെ രണ്ടാളും കൂടി ബാക്കി എന്താ ഉണ്ടാവുക? 72. ഇതും കൂടി എന്താ ഉണ്ടാവുക? ടോട്ടൽ ഇത് രണ്ടും കൂടി ആകെ എത്ര ഉണ്ടാവുക? 72. അപ്പൊ നമുക്ക് പറയാം ഈ രണ്ടെണ്ണം, അപ്പൊ നമുക്ക് പറയാം എന്ത്? EAD
ഡി, ഇ എ ഡി അല്ലെ ഇത്, പ്ലസ് ഇ ഡി എ, ഇ ഡി എ ഏതാ മുകളിലത്, രണ്ടും കൂടി ഇനി എത്രയേ വരുള്ളൂ, 72 വരുള്ളൂ. രണ്ടും കൂടി 72 വരുള്ളൂ. അതെന്തുകൊണ്ടാണ് രണ്ടും കൂടി 72 വരുള്ളൂ എന്ന് പറഞ്ഞത്? കാരണം ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ സം ഓഫ് 3 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ അല്ലെ, സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 3 എന്ന് പറയുന്ന ആവശ്യമില്ല അല്ലെ, എത്രയാണ് 180 അല്ലെ. 3 കോണുകൾ കൂടി 3 ആംഗിൾസ് കൂടി കൂട്ടിയാൽ 180 ആവാവൂ. അതിൽ ഒരാൾ 108 പോയി അല്ലെ, ഒരേ ആംഗിൾ എത്ര കൊണ്ടുപോയി, 108 കൊണ്ടുപോയി. പിന്നെ ബാക്കിയുള്ള 2 പേർക്കും കൂടി എത്ര ബാക്കിയുള്ളൂ, 72 ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 72, എന്നാൽ അത് രണ്ടും തുല്യമാവുകയും വേണം. കൂട്ടിയാൽ 72 കിട്ടുകയും വേണം, രണ്ടും തുല്യമാവുകയും വേണം. എത്രയാവും അപ്പോ, എത്രയായിരിക്കും അപ്പോ? 36. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ചെറുതും 36 ആണ്, ഈ മുകളിലെ ഈ ചെറുതും 36 ആണ്. ഇത് എത്രയാണ്, 36 ആണ്. ഓക്കെ ആണോ? ഇത്ര നിങ്ങൾക്ക് എത്തിക്കിട്ടിയാൽ ഞാൻ ഈസി ആയിട്ട് തീർത്തരാം. ഇത്രയും നിങ്ങൾ സ്റ്റെപ്പ് എഴുതിയേ പറ്റൂ. ഞാൻ എഴുതണ്ടെന്ന് പറഞ്ഞാലും എഴുതിയേ പറ്റൂ. കാരണം 5 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുന്ന ചോദ്യത്തിന് സ്റ്റെപ്പ് നിർബന്ധമാണ്. 3 മാർക്കിനാണെങ്കിൽ സ്റ്റെപ്പ് വേണം. ഓക്കെ, 2 മാർക്കിന്റെ 1 മാർക്കിന്റെ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റെപ്പ് ഇല്ലാതെ നമുക്ക് മാർക്ക് കിട്ടിയെന്ന് വരും. ഓക്കെ, അപ്പൊ വഴി എഴുതി തന്നെ ചെയ്യണം. ഇത് ക്ലിയർ ആണല്ലോ? നിങ്ങൾ നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് എടുത്ത് എഴുതി വെക്കുക. ഓക്കെ, എങ്ങനെ വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ എഴുതി മനസ്സിലാക്കി പോവാ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി ഇത് രണ്ടും എത്രയാണ്, 36. ഇനി സ്റ്റെപ്പ് കാര്യമായിട്ട് എഴുതണം. ഈ സൈഡ് ഞാൻ പറഞ്ഞുതരാം. സിമിലർലി എന്താ സിമിലർലി, ഇതുപോലെ ഇപ്പൊ ചെയ്തതുപോലെ കേട്ടോ. ഇപ്പൊ ചെയ്ത പോലെ ഒന്നും ചെയ്യേണ്ടതായാലും ഇപ്പൊ ചെയ്തതുപോലെ ത്രികോണം ബി സി ഡി യിൽ ഇതുപോലെ ത്രികോണം ബി സി ഡിയിൽ. സിമിലർലി ഇൻ ട്രയാങ്കിൾ ബി സി ഡി ഇതുപോലെ ത്രികോണം ബി സി ഡി യിൽ ആണല്ലോ. ഇവിടെ പറഞ്ഞ അതേ സാഹചര്യങ്ങൾ തന്നെയാണല്ലോ അവിടെ. അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട. എന്തൊക്കെയാണ് സാഹചര്യം? ബി സി സമം സി ഡി. നേരത്തെ പറഞ്ഞ അതേ കാര്യം. സൈഡ്സ് ഓഫ് എ റെഗുലർ പെന്റഗൺ സമ പഞ്ചഭുജത്തിന്റെ വശങ്ങൾ അല്ലെ. ഇവിടെ പറഞ്ഞ അതേ കാരണങ്ങളാണ് ഇവിടെയും ഉള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതുപോലെ ബി സി ഡി. നമുക്ക് വേണ്ടത് മാത്രമേ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ആംഗിൾ സി ഡി ബി ഈക്വൽ ടു 36 ഡിഗ്രി. ഓക്കെ, നമുക്ക് ആവശ്യമില്ല മാത്രം. കാരണം ഒരു വട്ടം സ്റ്റെപ്പ് എഴുതിയാൽ ഇങ്ങനെ ഒരു മെത്തഡ് മാത്സിൽ എങ്ങനെ ഒരു വട്ടം ഒരു സ്റ്റെപ്പ് എഴുതിയാൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതണം നിർബന്ധമൊന്നുമില്ല. ഒരു ചോദ്യത്തിൽ സെയിം ചോദ്യത്തിൽ 2 വട്ടം ഒരേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ട. സിമിലർലി എഴുതാൻ പറ്റുന്നതാണെങ്കിൽ, ഇതുപോലെ എഴുതാൻ പറ്റുന്നതാണെങ്കിൽ അത് എഴുതി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് വേണ്ടത് സി ഡി ബി. എവിടെയാണ് സി ഡി ബി? അത് എത്ര? ഇതേ കാരണങ്ങളാൽ അത് 36. അപ്പൊ ഇതും 36, ഇതും 36. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ചേ. നമ്മുടെ ആ ഫുൾ കോൺ, ഏത് ഫുൾ കോൺ? ഇ ഡി സി. ഏതാണ്? ഇ ഡി സി അല്ലെങ്കിൽ സി ഡി ഇ. ഇത് ഈ മുഴുവൻ കോൺ എത്രയും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മുഴുവൻ കോൺ 108 ഡിഗ്രി. മുഴുവൻ കോൺ എത്രയാണ്? 108 ഡിഗ്രി. അതിൽ ഒരാൾ 36 അവിടെ പോയി, ഒരു 36 അവിടെയും പോയി. ക്ലിയറാണല്ലോ? മുഴുവൻ കോൺ ഉണ്ടായിരുന്നു. ഈ ഡി എത്രയായിരുന്നു? നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 108. അതില് ഒരാൾ ഇവിടെ 36 കൊണ്ടുപോയി, ഒരാൾ ഇവിടെ 36 കൊണ്ടുപോയി, രണ്ടോടത്തും 36 പോയി. അപ്പൊ പിന്നെ എന്താ ഇവിടെ ബാക്കിയില്ല? ഈ ഭാഗത്ത് എന്താ ബാക്കിയില്ല? 108 36 പോയ 72 പോയി. 72 പോയി. പിന്നെ 108 എന്താ ബാക്കി നോക്കിയാ പോലെ. ആയതുകൊണ്ട് എ ഡി ബി സമം വീണ്ടും ഈസി 108 നിന്ന് അല്ലെ, ഇത് ആകെ 108 ആണ്. അതിൽ നിന്ന് ഇവിടെ 36 ഇവിടെ 36 പോയി എന്ന് പറഞ്ഞാൽ 72 പോയി. 36 72 പോയി. അപ്പൊ എന്ത് ബാക്കി കിട്ടും? വീണ്ടും 36 ഡിഗ്രി. അപ്പൊ നമുക്ക് വീണ്ടും കിട്ടി നടുക്കിലെ കോൺ എത്രയാണ്? 36. 136 എന്നല്ല, അല്ലെങ്കിൽ 361 അല്ല. ഓക്കെ, ഇത്രയാണ് 36. എന്തിനാ സാറേ ഇത്രയൊക്കെ കണ്ടുപിടിച്ച് അല്ലെ? ഇതിന്റെയൊക്കെ എന്താ ആവശ്യം? നമ്മളോട് ഇതൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഇല്ല, നമ്മളോട് ഇതൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഇനി നമുക്ക് ആലോചിക്കാം. നമുക്ക് വേണ്ടതെന്താ? ഇതല്ലേ? അതെങ്ങനെ ഇനി കിട്ടുക? ഒന്ന് ആലോചിച്ചേ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൽ ആവശ്യമുള്ളത് മാത്രം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ വരച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ എ, ഇത് ഡി, ഇവിടെ ബി, ഇത് എഫ്. ഇതാണ് നമുക്ക് ആവശ്യം. ഇത് നമുക്കറിയാലോ. എ ഡി ബി എത്രയാണ്? 36 അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഇപ്പൊ കിട്ടല്ലോ. ആംഗിൾ എ
എഫ് ബി സമം എത്രയാണ്? നമുക്കറിയാം, നമ്മൾ സർക്കിൾസിന്റെ ബേസ് അറിയുന്നവർക്ക് അറിയാം. തുടക്കത്തിൽ എന്താ പറയുന്നത്? -36. 180 നിന്ന് മുകളിലുള്ളത് കുറച്ചാൽ താഴെയുള്ളത് കിട്ടും. എങ്ങനെയാണ്? 180 നിന്ന് മുകളിലുള്ളത് കുറച്ചാൽ താഴെയുള്ളത് കിട്ടും. എത്രയാണ്? 30 കുറച്ചാൽ 150, 6 കുറച്ചാൽ 144 ഡിഗ്രി. അപ്പൊ നമുക്ക് വേണ്ടത് കിട്ടിയല്ലോ. സ്റ്റെപ്പ് വേണം. ഓക്കെ, എനിക്ക് ഇത്രയും സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ 36 ഇട്ടാൽ 108 ഹരിക്കണം 3. നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോ. ശരിയാണ്, തെറ്റില്ല. എനിക്കറിയാം അവിടെ അങ്ങനെ വരും. ഈ ചോദ്യം വന്നാൽ തന്നെയാണ് ഉത്തരം. മനസ്സിലായോ? റെഗുലർ പെന്റഗൺ സമപഞ്ചഭുജമാണെങ്കിൽ തന്നെയാണ് ഉത്തരം. അപ്പൊ നിങ്ങൾ ഈസിയായിട്ട് ചെയ്ത ഇവിടെ 108 ആണല്ലോ. 108 108 ഡിവൈഡഡ് ബൈ 3. പക്ഷെ 108 എപ്പോഴും 3 ഈക്വൽ പാർട്സിനെ ആക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. അല്ലെ, ഇങ്ങനെ ചോദ്യം വന്നാൽ മാറില്ല, എനിക്ക് ഉറപ്പാണ്. പക്ഷെ മാത്തമാറ്റിക്കലി അത് എഴുതി പ്രൂവ് ചെയ്യുക തന്നെ വേണം. മാത്സിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സ്റ്റെപ്പും കാരണങ്ങളും ഒക്കെ അത്യാവശ്യമാണ്. ഉടായിപ്പ് കാണിച്ചാൽ മുഴുവൻ മാർക്കും കിട്ടില്ല. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു.